അത് മറന്നുപോലെ വചനത്തെ നാം ഉപയോഗിക്കണം. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവം കേൾപ്പിച്ച അത്ഭുതകരമായ സൗഖ്യങ്ങളും അത്ഭുതകരമായ ദൈവീ പ്രവൃത്തിയുടെ സാക്ഷ്യങ്ങളും കേൾക്കുവാൻ ഇടയായിത്തീരുന്നു. വലിയ പ്രവചന ആലോചനകൾ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും ചെയ്യുവാൻ കർത്താവ് ശക്തനാണ്. ഇന്നും കർത്താവിൻ്റെ പ്രവൃത്തികളെ നമ്മൾ കാണും. വലിയ കാര്യങ്ങൾ കർത്താവ് നമ്മുടെ നടുവിൽ നിന്ന് ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് കർത്താവ് നമ്മളെ ഓരോ ദൈവത്തിൻ്റെ ഇടപെടലുകളൊക്കെയും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെയും നമ്മൾ സാക്ഷ്യം പറയണം എന്ന് ഞാൻ എപ്പോഴും പറയാൻ കാരണം, ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കും. നമുക്കത് അറിയാം. എങ്കിലും ഞാനത് പറഞ്ഞത് ഇന്ന് ലൈവിലായിക്കോട്ടെ, സൂമിലായിക്കോട്ടെ, ഏത് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ കാണുന്നതെങ്കിലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മളെ കൈവിടാത്ത ദൈവമാണ്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഏത് അവസ്ഥയായിക്കോട്ടെ അവിടെ നിന്നൊക്കെയും നമ്മൾ കര കയറി വരും. ദൈവത്തിൻ്റെ വചനം നമുക്ക് തുണയായിട്ടിരിക്കും. ദൈവത്തിൻ്റെ വചനം നമുക്ക് എപ്പോഴും അനുഗ്രഹമാണ്. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ നിമിഷം എല്ലാവരും എവിടെയാണോ നിങ്ങളായിരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, നീതിമാനും വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ദിവ്യാരോഗ്യം എനിക്കുണ്ട്, സൗഖ്യം എനിക്കുണ്ട്, സമൃദ്ധി എനിക്കുണ്ട്. കടഭാരമല്ല, ഞെരുക്കമല്ല, ദാരിദ്ര്യമല്ല, സമൃദ്ധി എൻ്റെ അവകാശമാണ്, ഉയർച്ച എൻ്റെ അവകാശമാണ്. കർത്താവിൽ ഞാൻ ഈ കൂട്ടവകാശിയാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും. ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടപെടുന്ന ആലോചനകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സാക്ഷ്യങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. നമ്മൾ ഇൻസ്റ്റൻ്റ്ലി, അതായത് നമുക്ക് കാണത്തക്കവണ്ണം രോഗസൗഖ്യങ്ങളുടെ വലിയൊരു കൂട്ടസാക്ഷ്യം തന്നെ ഇന്നലെ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ലൈവിൽ തന്നെ അതൊക്കെ അനുഭവിക്കാൻ ഇടയായിത്തീർന്നു. വേദനകൾ മാറി, ഒരു സൗഖ്യം മാറി, ഒരു രോഗം മാറി, ലൈവിൽ തന്നെ കർത്താവിൽ ആ സാക്ഷ്യം കേൾക്കാൻ ഇടയായിത്തീർന്നു. അവസാനം പോയവർക്ക് അതറിയത്തില്ലായിരിക്കും, അവസാനം കൂടിയവർക്ക് അതെല്ലാം കേൾക്കുവാൻ കഴിഞ്ഞു. എങ്കിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേഗത്തിൽ തന്നെ വചനത്തിലേക്ക് പോകാൻ ഞാൻ സമയം കളയുന്നില്ല. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഒരു വാക്യം നിങ്ങൾക്ക് മുമ്പായിട്ടൊന്ന് എടുക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനം പരിചിതമായ വാക്യമാണ്. പല ആവർത്തി നമ്മൾ കേട്ടിരിക്കുന്ന വചനഭാഗം തന്നെയാണ്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ് ഇന്ന് എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെപ്പോഴും കർത്താവിൻ്റെ വചനത്തിൽ നാം കേൾക്കുന്ന സമയത്ത്, നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ വിശ്വസിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ കുറിച്ചോണം. ദൈവത്തിൻ്റെ വചനത്തോട് ആര് പ്രതികരിക്കുന്നു, ആ വ്യക്തിക്ക് വേണ്ടി ആ വചനം മാനിഫെസ്റ്റ് ചെയ്യുവാൻ ഇടയായിത്തീരും. ഒന്നുകൂടെ ഞാൻ പറയാം. ആ വ്യക്തിക്ക് വേണ്ടി ആ വചനം എന്ത് ചെയ്യും? അത്ഭുതമായി തന്നെ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. ഇന്ന് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങളോട് ഞാൻ പറയുകയാണ്, കർത്താവിൻ്റെ വചനം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായി തന്നെ സൃഷ്ടിക്കും. യാക്കോബ് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അകൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇന്നലെ നമ്മുടെ പ്രാർത്ഥനകളെപ്പറ്റി പറഞ്ഞിരുന്നു. ഫെബ്രുവരി 17-ാം തീയതി മുതൽ 22-ാം തീയതി വരെ നടക്കുന്ന കേരളത്തിലെ മീറ്റിങ്ങുകൾ 3 സ്ഥലങ്ങളാണ്. ഞാനത് ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കോട്ടയത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും എറണാകുളത്തുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, കർത്താവ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെ വരും എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു. എന്തിനാണ് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഓർമ്മയുണ്ടോ? പറഞ്ഞ ആർക്കെങ്കിലും ഗ്രൂപ്പ് എന്തിനാ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്? ആരൊക്കെ മീറ്റിങ്ങിന് വരുമെന്ന് ആരൊക്കെ വരും എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ വരുന്നതനുസരിച്ച് വേണം നമുക്ക് ഹോളുകളുടെ വലിപ്പം നിശ്ചയിക്കാൻ.
ഒരു തവണ നമുക്കങ്ങനെ സംഭവിച്ചതുകൊണ്ട് നേരത്തെ അത് അറിയിക്കണം. ആൾ വരുവോ വരാതിരിക്കുമോ എന്നുള്ളതല്ല, അതനുസരിച്ച് നമുക്ക് ക്രമീകരണങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ ഒരാഴ്ചത്തേക്ക് വരികയാണ്, ആ സമയത്ത് തന്നെ വേഗം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സഹോദരന്മാരതെല്ലാം ക്രമീകരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അവരതെല്ലാം ഓടിയെത്തി എല്ലാ കാര്യങ്ങളും ക്രമീകരണം ചെയ്യണം. ഈ ചെറിയ സമയം കൊണ്ട്, അതായത് വരുന്ന ആ ചെറിയ സമയം കൊണ്ട് 3 സ്ഥലങ്ങളിൽ വെക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ തന്നെ വരണം. കർത്താവ് നിങ്ങളെ സഹായിക്കും. ഇന്നു മുതൽ പ്രാർത്ഥിക്കണം. ഇന്നലെ മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുന്നോട്ട് പ്രാർത്ഥിക്കുക. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇവിടെ വചനം പറയുകയാണ്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമ്മൾ പലതവണ ഈ വചനം കേട്ടിട്ടുണ്ട്, പലതവണ ഈ വചനം നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്ന് ഞാനൊരു വചന സന്ദേശം കേൾക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ കേൾക്കുവാൻ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ആ വചന സന്ദേശം കേട്ടപ്പോഴും അതിൻ്റെ അകത്ത് വേറൊരു വചന സന്ദേശമാണ് അത് പറയുന്നതെങ്കിൽ പോലും അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വാക്യം പറയുവാൻ ഇടയായി തീർന്നു. ആ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ വീണ്ടും, നമ്മൾ പലതവണ ഇത് ധ്യാനിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും ഒന്നും കൂടെ എൻ്റെ ഉള്ളിലേക്ക് ആ വചനം ഉയർന്നു വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് നിങ്ങളോട് ഇടപെടുന്ന അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുവാൻ, ഞാൻ വേറൊരു വാക്യമാണ് ധ്യാനിച്ചുകൊണ്ടിരുന്നെങ്കിൽ പോലും ഈ ഒരു വാക്യം പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഈ വചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. ഈ കീഴടങ്ങുക എന്ന വാക്ക് പലതവണ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ? വിധേയപ്പെടുക, ദൈവത്തെ താഴ്മയായിട്ടിരിക്കുക, താഴ്മയായി പ്രാർത്ഥിക്കുക, ദൈവത്തിനെ അനുസരിക്കുക. പല അർത്ഥങ്ങളിൽ കൊടുത്തേക്കുന്ന വാക്കാണ് സബ്മിറ്റ് യുവർ സെൽഫ്, സറണ്ടർ യുവർ സെൽഫ്. അങ്ങനെ പല രീതിയിൽ ഈ വാക്യത്തെ അവിടെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ആകെത്തുകയെന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? സമർപ്പിക്കുകയാണ്. അതായത് ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നതിനെ അക്സെപ്റ്റ് ചെയ്യുക, ദൈവം പറഞ്ഞതിനെ അംഗീകരിക്കുക. ഇപ്പം നിങ്ങളിന്ന്, ഞാൻ പറയുകയാണ്, ഇന്ന് 9:30-ക്കാണ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? തുടക്കത്തിലെ പാട്ടൊക്കെ കഴിഞ്ഞ് പയ്യെ വരാൻ വേണ്ടി എന്ത് ചെയ്യും? 9:45, 9:40, 9:50. അപ്പോൾ ഞാൻ എന്തായാലും 9:30 മുതൽ ഈ പ്രാർത്ഥനയിലുണ്ട്. അപ്പോൾ ഒട്ടുമുക്കാലും ആൾക്കാർ 9:30-ക്ക് മുമ്പേ വരുന്നവരുണ്ട്. അപ്പം ആ ഒരു സമയം വെച്ചപ്പോൾ 9:30 എന്നൊരു സമയം വെച്ചപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ആ കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യുകയാണ്? 9:30 എന്നുള്ള സമയത്ത് പ്രാർത്ഥനയിൽ പങ്കുചേരുകയാണ്. ഈ പങ്കുചേരുന്നതിനെ നാം എന്താണ് പറയുന്നത്? അനുസരിക്കുക. അതായത് അനുസരിക്കാതിനേക്കാൾ കുറച്ചും കൂടെ ഭംഗി, നിങ്ങളതിനെ അംഗീകരിക്കുന്നു. അതായത് ഞാൻ ആ സമയത്ത്, അല്ലെങ്കിൽ ആ ബ്രദർ പറഞ്ഞ സമയത്തെ ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ അതിൻ്റെ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവ് എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾ 9:30-ക്ക് പ്രാർത്ഥനയ്ക്ക് വന്നു. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞോട്ടെ. ഇനിയിപ്പോൾ നമ്മൾ പറയുന്നത് ബ്രദറെ, ഞാൻ ജോലിത്തിരക്ക് കാരണം കയറിയും താമസിച്ചു പോയി, ഞങ്ങളെ കുറ്റപ്പെടുത്തിയല്ല, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ. അപ്പോൾ 9:30-ക്ക് നിങ്ങൾ വരുന്നതിൻ്റെ കാരണം നിങ്ങൾ എന്നെ അനുസരിച്ചു എന്ന്. ബ്രദർ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം എന്ന വാഗൊണ്ട് പറഞ്ഞതിനെ നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നത് എങ്ങനെയാണ്? ആ ടൈമിൽ നിങ്ങൾ അവിടെ ഉണ്ട്, ആ സമയത്ത് നിങ്ങൾ അവിടെ അറ്റൻഡൻസ് വെച്ചു. ഞാൻ 9:30-ക്ക് എത്തി. അതെന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ വാക്കിനെ നിങ്ങൾ അംഗീകരിച്ചു, നിങ്ങൾ അതിനെന്ത് ചെയ്തു? സബ്മിറ്റ് ചെയ്തു, സമർപ്പിച്ചു. അപ്പം കീഴടങ്ങുക എന്നൊരു വാക്കിൻ്റെ അർത്ഥം പരാജയപ്പെടുത്തുക എന്നൊരാശയമല്ല. നമ്മൾ ആ വ്യക്തിയെ, ആ വാക്കിനെ, ആ പ്രവൃത്തിയെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് പറയുകയാണ്, അപ്പം ദൈവത്തെ നാം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ദൈവത്തിന് കീഴടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ, ദൈവത്തെ അനുസരിക്കുമ്പോൾ, അതിലത്തെ വാക്യം പറയുന്നത് പിശാചിനോട് എതിർത്ത് നിൽക്കണം. അങ്ങനെയെങ്കിൽ പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ നാം ദൈവത്തെ എന്ത് ചെയ്യണം? അനുസരിക്കണം, അഥവാ അംഗീകരിക്കണം. അല്ലെങ്കിൽ ദൈവം പറഞ്ഞത് എന്താണോ അത് നാം അക്സെപ്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നറിയാവോ? നമുക്കൊരിക്കലും പിശാചുമായിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ കൂട്ടുകൂടാൻ പറ്റത്തില്ല. പിശാച് എപ്പോഴും ദൈവം പറയുന്നതിന് വിപരീതം പറയുന്നയാളാണ്. ദൈവം എന്തു പറയുന്നോ അതിന് വിപരീതം പ്രവർത്തിക്കുന്ന ആളാണ് പിശാച്. ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയാം, ദൈവത്തിന് കീഴടങ്ങുന്നു. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ നേരിൽ കണ്ടിട്ടുണ്ടോ? പിന്നെ എങ്ങനെ ദൈവത്തിന് നിങ്ങൾ കീഴടങ്ങും? ദൈവത്തിന്റെ വചനത്തിൽ,
അപ്പൊ ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് ദൈവത്തെ ഞാൻ അനുസരിക്കുന്നു എന്നതിന് എന്താണ് തെളിവെന്ന് ഒരാൾ ചോദിച്ചാൽ, ഒരു നിരീശ്വരവാദി ചോദിക്കുകയാണ്, കാണാത്ത ദൈവത്തെ നീ അനുസരിക്കുന്നു എന്ന് എന്താ തെളിവ്? 9:30 ബ്രദർ പ്രാർത്ഥന വെച്ചിട്ടുണ്ട്, ഞാൻ 9:30 വരും ബ്രദർ, ഞാനത് അനുസരിക്കുന്നു എന്നതിൻ്റെ തെളിവെന്തുവാ? 9:30 ആകുമ്പം നിങ്ങളിവിടെ അറ്റൻഡൻസ് വെച്ചിരിക്കും. അപ്പം ദൈവത്തെ ഞാൻ അനുസരിക്കുന്നു, ദൈവത്തിന് ഞാൻ കീഴ്പ്പെടുന്നു, ദൈവസന്നിധി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്നറിയാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഞാൻ ദൈവത്തെ നേരിൽ കണ്ടിട്ടില്ല, പക്ഷെ ദൈവം പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കുന്നു, ദൈവം പറഞ്ഞതിനെ ഞാൻ അനുസരിക്കുന്നു. അപ്പം ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാകാൻ പറ്റും? ഞാൻ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഒരാൾ പറയുക, നമ്മുടെ വീട്ടിൽ നമ്മുടെ പിള്ളേരോട് പറയത്തില്ലേ, ആ സാധനം അങ്ങോട്ട് പോകരുത് എന്ന് പറയുമ്പോൾ പിള്ളേർ അങ്ങോട്ട് പോയാൽ നമ്മൾ പറയും അനുസരണമില്ലാത്തവനെ, അനുസരണമില്ലാത്തവളെ എന്നൊക്കെ വിളിക്കത്തില്ലേ? അപ്പോൾ ഒരു വ്യക്തി പറയുന്ന വാക്കിനെ അംഗീകരിക്കുമ്പോൾ അതിനെ അനുസരണം എന്നാണ് പറയുന്നത്. നാം ദൈവത്തെ കാണാത്ത ദൈവത്തെ, ദൈവത്തിൻ്റെ വാക്കിനെയും പ്രവൃത്തിനെയും നാം അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു എന്നതിൻ്റെ തെളിവ് എന്നാന്ന് വെച്ചാൽ നാം ദൈവം പറയുന്നതിനെ സ്വീകരിക്കുന്നു, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഉദാഹരണമായിട്ട് നിങ്ങളിപ്പം ദൈവവചനം വായിക്കുന്ന സമയത്ത്, ഇപ്പം നിങ്ങൾ വചനത്തിൽ ഒരു കാര്യം കണ്ടു, വചനത്തിൽ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾ വായിക്കുന്ന സമയത്ത് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. 2, എൻ്റെ സഹായം, നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമാണ്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. അടുത്ത വാക്യം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്ക് അധികാരമുണ്ട്, ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. അപ്പം ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വാക്കാണ്. അപ്പം ഈ വാക്ക് ദൈവം പറയുകയാണ്, ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല, പിശാചിൻ്റെ മേൽ നിനക്ക് അധികാരം ഉണ്ട് എന്ന് പറഞ്ഞു തരിക. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എനിക്ക് ദൈവത്തെ അനുസരിക്കും, ഞാൻ ഈ പറഞ്ഞത് അനുസരിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ പറഞ്ഞ വാക്കിൽ നിൽക്കണം. എങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന വാക്കുകൾ കൊണ്ടും എൻ്റെ പ്രവൃത്തി കൊണ്ടും ഞാൻ ആ വാക്കിനെ അംഗീകരിച്ചു എന്ന് തെളിവാകാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ ആ വാക്കിൽ വിശ്വസിക്കുകയും ഞാൻ ആ വാക്ക് അക്സെപ്റ്റ് ചെയ്യുകയും ആ വാക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെ ഞാൻ ആ പറഞ്ഞ വ്യക്തിയെ അനുസരിക്കുകയാണ്, ആ വ്യക്തിയുടെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ കീഴ്പ്പെടുത്തുകയാണ്, സമർപ്പിക്കുകയാണ്. പിന്നെ ഞാൻ പറയുകയാണ്, എനിക്കൊന്നും ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല. ഇനി ശ്രദ്ധിച്ചോണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ, ദൈവത്തിന് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ, ഒന്ന് ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ അനുസരിക്കുക. അപ്പോൾ ഈ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പറഞ്ഞിരിക്കുന്നതിന് വിപരീതമായി ഞാൻ പറയത്തുമില്ല, പ്രവർത്തിക്കത്തുമില്ല. അങ്ങനെയെങ്കിൽ പിശാചിൻ്റെ തന്ത്രം എന്തായിരിക്കും? അനുസരിക്കാതിരിക്കാനുള്ള പ്രവൃത്തി കൊണ്ടുവരിക. പിശാചിന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ, ദൈവം എന്താണോ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാക്ക് അതിന് വിപരീതമായി നിങ്ങളെ അനുസരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുന്നു, നിങ്ങളോട് ഇപ്പം നമ്മളെപ്പോഴും പറയത്തില്ലേ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ നമുക്ക് എന്ത് വന്നിരിക്കുന്നു? കർത്താവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. അപ്പം ഇത് ദൈവം പറഞ്ഞ വാക്കാണ്. ഞാൻ ദൈവത്തെ അനുസരിക്കുന്നു എന്നതിന് എന്താ തെളിവ്? ഈ വാക്യം നിങ്ങളുടെ മുമ്പിലേക്ക് ദൈവം പറയുകയാണ്, കർത്താവായ യേശുവിൻ്റെ തിരുമുറിവിനാൽ നിങ്ങൾ രോഗത്തിലിരിക്കുവാണ്, വേദന കൊണ്ടിരിക്കുവാണ്, പൊളഞ്ഞിരിക്കുവാണ്, മെഡിക്കൽ റിപ്പോർട്ടും കൈപ്പിടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ബൈബിൾ തുറക്കുമ്പോൾ ബൈബിൾ പറയുകയാണ്, കർത്താവിൻ്റെ തിരുമുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ബൈബിൾ പറയുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ അനുസരിക്കുന്നത്? നമ്മൾ ആ ഒരു വാക്കിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ പിശാചിനോട് എങ്ങനെ എതിർക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അവൻ നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കും നീ രോഗത്തിലാണ്. അപ്പോൾ എന്താ തെളിവെന്ന് വെച്ചാൽ, മുമ്പിലിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പറയും, ഇത് കണ്ടോ, ദൈവം പറയുന്നു യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. ആ മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നു നീ രോഗിയാണ്. ആ വേദനയുള്ള ഭാഗത്തോട്ട് എന്നെ നോട്ടം കൊണ്ടുപോയിട്ട് പറയണം, ആ വേദന ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? നീ ഇപ്പോഴും രോഗിയാണ്. ആ രോഗം അവിടെ തന്നെ ഉണ്ടല്ലോ, അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോഴും രോഗിയാണ്. അപ്പോൾ പിശാച് എന്ത് ചെയ്യുകയാണ്? നമ്മളെ കൊണ്ട് ദൈവം പറഞ്ഞ വചനത്തിന് വിരുദ്ധമായിട്ട് വിശ്വസിപ്പിക്കുകയാണ്, ഞാൻ രോഗിയാണ്. അപ്പോൾ രോഗത്തിലിരിക്കുന്ന വ്യക്തി നോക്കുമ്പോൾ സത്യമല്ലേ, ഏറ്റവും രോഗം അവിടെ തന്നെ ഉണ്ടല്ലോ.
മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം എനിക്ക് അവിടെ രോഗമുണ്ട്, വേദനയുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് രോഗം ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? ഞാൻ പിശാചിനെ അനുസരിക്കുന്നു. പിശാച് പറഞ്ഞത് കറക്റ്റാണ്, എനിക്ക് രോഗമുണ്ട്, ഞാൻ രോഗിയാണ്, അല്ലേ? എന്നാൽ ദൈവത്തിന് കീഴ്പ്പെടുന്ന വ്യക്തി, നിങ്ങൾ ബൈബിൾ നോക്കിയാൽ നമ്മൾ എപ്പോഴും എടുക്കുന്ന വാക്യമാണ്. യെശയ്യാവ് 53 വ്യക്തമായിട്ട് പറയുന്നു, സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ഞാൻ എപ്പോഴും ഈ ഒരു വാക്യമൊക്കെ എടുക്കുന്നതിൻ്റെ കാര്യം നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എപ്പോഴും ഈ രോഗസൗഖ്യങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ കാരണം. 53 അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, യെശയ്യാവ് 53 വരുമ്പോൾ സാക്ഷാൽ നോക്കിയ സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. ശ്രദ്ധിച്ചോണം, അവൻ നമ്മുടെ രോഗത്തെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. സാക്ഷാൽ നമ്മുടെ രോഗത്തെ വഹിച്ചു. അപ്പം ഇപ്പോൾ ഉള്ള എൻ്റെ വേദനയോ അതും യേശു വഹിച്ചു, ചുമന്നു ഉള്ള വാക്യം നോക്കി, എൻ്റെ വേദനകളെ അവൻ ചുമന്നു. അടുത്ത വാക്യത്തിൽ 5-ാമത്തെ വാക്യത്തിൻ്റെ ഏറ്റവും അടുത്ത വാക്യമുണ്ട്, കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇത് ദൈവം പറയുമ്പോൾ ഞാൻ പറയും ആമേൻ, കർത്താവ് യേശുവിൻ്റെ തിരുമുറിവിൽ സൗഖ്യം വന്നിരിക്കുന്നു. ഉടനെ സെക്കൻഡിൽ പിശാച് വന്നിട്ട് എന്ത് ചെയ്യും? ഇല്ല, ഇപ്പോഴും രോഗം അവിടെ തന്നെ ഉണ്ടല്ലോ, ഇതേ പിടിച്ചു നോക്കിക്കേ, കയ്യെ തൊടുമ്പോൾ തന്നെ വേദനയില്ലേ, ഇപ്പോഴും പിടിച്ചു നോക്കിയാൽ അവിടെ വേദന ഉണ്ടല്ലോ, എന്തോ ഒരു ബുദ്ധിമുട്ടില്ലേ? അവിടെ നിങ്ങൾ പറയും ശരിയാണ്. അവിടെ നിങ്ങൾ എന്താ സംഭവിക്കുന്നറിയോ? പിശാചിനെ അനുസരിക്കുന്നു, ദൈവത്തെ അനുസരണക്കേട് കാണിക്കുന്നു. ഞാൻ ആ സമയം മുതൽ പിശാചിന് കീഴ്പ്പെടുന്നു, അവൻ പറഞ്ഞ വാക്കിനെ ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ ബ്രദർ എന്താ ഈ പറഞ്ഞു വരുന്നത്? അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? അടുത്ത വാക്യം നിങ്ങൾ നോക്കി, യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇവിടെ കൊടുത്തേക്കുന്ന വാക്കുകൊണ്ട്, പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ. റെസിസ്റ്റ് എന്നൊരു പദം കൊടുത്തേക്കുന്നത്, എതിർക്കണം അവന്. പിശാചിനെ എങ്ങനെ എതിർക്കണം? അവൻ പറയും നീ രോഗിയാന്ന് പറയുമ്പോൾ തിരിച്ചു പറയണം, ഇല്ല, യേശുവിൻ്റെ തിരുമുറിവിൽ ഞാൻ രോഗി അല്ല. വേദന അവിടെ ഉള്ളപ്പോഴും പറയണം ഞാൻ രോഗി അല്ല. ഇങ്ങനെ പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? വചനം പറയുന്നു, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എപ്പോഴാണ് അവൻ ഓടിപ്പോകുന്നത്? അവനെ എതിർക്കുമ്പോൾ. പിശാചിനെ എങ്ങനെ എതിർക്കുന്നത്? ദൈവത്തെ അനുസരിച്ചാൽ മതി. ദൈവം പറയുന്നതിനെ അംഗീകരിക്കുമ്പോൾ നാം പിശാചിനെ എതിർക്കുന്നു. നിങ്ങൾ ദൈവം പറയുന്നതിനെ വിശ്വസിക്കുമ്പോൾ പിശാചിനെ എതിർക്കുന്നു. അവൻ എപ്പോഴും തെളിവുകളുമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ, പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തു ചെയ്യും? നിങ്ങളെ ഒരു തെളിവ്, നിങ്ങളിപ്പോൾ ഒരു പ്രാർത്ഥിക്കുന്ന വിഷയം, ഞാൻ ഈ നമ്മുടെ പ്രത്യേകിച്ച് ആത്മീയ കോളത്തിലൊരു പ്രത്യേകതയുണ്ട്, പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇടയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ എല്ലാവരെയും പറ്റുമല്ലോ പറഞ്ഞാൽ, ചിലരുണ്ട് നമ്മൾ വലിയ വിശ്വാസമൊക്കെ പറയുന്നു എന്ന് വിചാരിച്ചു, നമ്മൾ പറയാം കർത്താവ് അതോ ചെയ്യും, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്നാൽ ചില ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ പെട്ടെന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഏതെങ്കിലും ഒരു കുറവായിരിക്കോട്ടെ, നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉടനെ എന്ത് ചെയ്യുന്നറിയാം? നമ്മൾ ആ വിശ്വാസം പറഞ്ഞത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനെ ആ വിഷയം എടുത്തിടും. എന്നിട്ട് എന്നാ ഈ വിഷയം മാറാത്തത്? എന്നിട്ട് എന്നാ ഈ വിഷയം തീരാത്തത്? അപ്പോൾ നമുക്കൊരു സങ്കടം വന്നില്ലേ? നമുക്കൊരു വിഷമം വന്നില്ലേ? കാരണം ആ വ്യക്തി എന്നോട് ചോദിക്കുകയാണ്, ഇത്രയും വലിയ പ്രാർത്ഥനക്കാരനായിട്ട്, ഇത്രയും വലിയ വിശ്വാസിയായിട്ട് നിൻ്റെ ജീവിതം എന്താണ് നേരെ ആകാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയും, കർത്താവ് ശരിയല്ലേ അവർ ചോദിക്കുന്നത്? നമ്മളെന്താ സംഭവിക്കുന്നറിയാവോ? അവിടെ പിശാചിന് കീഴ്പ്പെട്ടു. അവൻ ഇത് തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത്, നിനക്ക് വിഷയമുണ്ട്, നീ പ്രതിസന്ധിയിലാണ്, നീ കുഴപ്പത്തിലാണ് എന്ന് എന്നെ എന്ത് ചെയ്യും? അവൻ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും ദൈവം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സങ്കീർത്തനക്കാരൻ പറഞ്ഞ ഒരു അനർത്ഥവും നിനക്ക് വരത്തില്ല, ഒരു പിശാചും നിൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. അപ്പം ദൈവത്തെ പറഞ്ഞിരിക്കുന്ന വാക്കുകളെ അവിശ്വസിപ്പിക്കുക എന്ന അവൻ്റെ തന്ത്രമാണ് ഇവിടെ പൊങ്ങി വരുന്നത്. പലപ്പോഴും നിങ്ങൾ ഓർക്കുന്ന പിശാചിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നത്? പ്രാർത്ഥിച്ച് പിശാചിനെ തോൽപ്പിക്കാന്നൊരാശയമല്ല. റെസിസ്റ്റ് ദ ഡെവിൾ. റെസിസ്റ്റ് ചെയ്യുക. അവനെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ, അവനെ എതിർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാം? അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. അപ്പം എങ്ങനെ എതിർക്കുന്നത്? ദൈവം പറഞ്ഞത് ഞാൻ വിശ്വസിക്കത്തുള്ളൂ, ദൈവം പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കത്തുള്ളൂ. ഇനി തല പോയാലും ഞാൻ അത് വിട്ട് മാറത്തില്ല. ചിലർ പറയത്തില്ലേ? അപ്പോൾ ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ദൈവസന്നിധിയിൽ അനുസരിക്കുക. ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം എന്താണെന്നുള്ളത് എൻ്റെ വിഷയമല്ല. നിങ്ങളുടെ വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ ബ്രദറെ എൻ്റെ വലിയ കുഴപ്പത്തിലൂടെ കടന്നു പോകാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുക. ധൈര്യപ്പെടും. എല്ലാ ദിവസവും നമ്മൾ പറയുന്നൊരു വാക്ക് ധൈര്യപ്പെടും.
ചിലരെന്നെ വിളിച്ച് ഇന്ന് സാറിൻ്റെ സഹോദര്യം വിളിച്ചിട്ട് ബ്രദറെ ഒന്നും തോന്നില്ല, ഞങ്ങൾ വിശ്വാസം പറയുന്നുണ്ട്, വിഷമം കൊണ്ടാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ധൈര്യത്തോടെ നിങ്ങൾ വിളിച്ചോന്നേ. നമ്മൾ പറഞ്ഞില്ലേ, അതിനു വേണ്ടിയിട്ട് കൂട്ടായ്മകൾ നിങ്ങളെ ഞാൻ ഓരോ ദിവസവും ബലപ്പെടുത്തുമ്പോൾ തളർന്നു പോകുമ്പോൾ സാരമില്ലെന്നേ. അയ്യോ ബ്രദറെ വിളിക്കുന്നുണ്ടെന്ന് തോന്നരുത്. മിക്ക ആൾക്കും, ഒരാളല്ല കേട്ടോ, ഒട്ടുമിക്കാലും ബ്രദറെ എൻ്റെ വിഷമം കൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് ബലമില്ലാഞ്ഞിട്ടല്ല, ഞാൻ വചനം പറയാഞ്ഞിട്ടല്ല, വിശ്വസിക്കാത്തല്ല, പക്ഷേ എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നതിനോടും തോന്നരുത്. നിങ്ങളങ്ങനെ പറയേണ്ട കാര്യമില്ല. നിങ്ങളങ്ങനെ പറയേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾക്കങ്ങനെ പറ്റാത്തൊരു ക്ഷീണം വരുക, പറ്റുന്നില്ല, ഞാൻ വചനം പറയുന്നുണ്ട് ബ്രദർ, എനിക്ക് പക്ഷേ ഞാൻ വല്ലാത്തൊരു സങ്കടത്തിലും പ്രതിസന്ധിയിലും പോകുന്നത്, എനിക്ക് വേണ്ടി ബ്രദർ ഒന്ന് പ്രാർത്ഥന പറഞ്ഞു. അതാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. അവിടെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് മറ്റൊരാളുടെ പ്രാർത്ഥന. അവിടെ നിങ്ങൾ ഭാരപ്പെടരുത്. വിശ്വാസം പറഞ്ഞിട്ട് തളർന്നു പോവുകയാണോ, നിങ്ങൾ കൂട്ടായ്മയിൽ ബലപ്പെട്ടാൽ മതി. നിങ്ങളെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുന്ന വ്യക്തികളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക, അല്ലാത്തവരോട് നിങ്ങൾ കൂട്ടുകൂടരുതെന്നേ ഞാൻ പറയാറുള്ളൂ. ആമേൻ. നമ്മളെ ക്ഷീണിപ്പിക്കുന്ന ആളുകളുമായി നാം കൂട്ടുകൂടരുത്. അവരെന്താ നമ്മളെ ചെയ്യിപ്പിക്കുന്നറിയാവോ? നമ്മളെ പിശാചിനെ അനുസരിപ്പിക്കുക. പിശാചിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വിരോധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നവൻ തെളിവടക്കം കാണിച്ചു തരുമ്പോൾ, ഇത് തന്നെയാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് പറയരുത്. ഇല്ല സഹോദര പിശാചേ, നിൻ്റെ ഒരു പരിപാടി നടക്കത്തില്ല. എൻ്റെ കർത്താവ് ക്രൂശിൽ എനിക്ക് വേണ്ടി സകലതും വില കൊടുത്തു കഴിഞ്ഞു. ഞാൻ ഇന്ന് അവകാശിയാണ്. ഞാൻ എൻ്റെ അവകാശങ്ങൾ കാണും. ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പ്രശ്നത്തിലല്ല ഇരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നത് പറയണം. ഞാൻ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും പറയണം, ഇല്ല ഞാൻ പ്രതിസന്ധിയിലല്ല, ഞാൻ യേശുവിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. കർത്താവിൻ്റെ കരത്തിൽ നിന്നും നിനക്കെന്നെ പിടിക്കാൻ കഴിയത്തില്ല. വചനം പറയുന്നു, പിശാചിനോട് എതിർക്കുക. റെസിസ്റ്റ് ദ ഡെവിൾ. പിശാചിനെ എതിർക്കുക. എങ്ങനെ എതിർക്കുന്നത്? ഓരോ പ്രശ്നം വരുമ്പോഴും നിങ്ങൾ ദൈവം പറഞ്ഞ വചനം പറഞ്ഞിട്ട് പറയണം, ഇല്ല ഞാൻ ഇതേ വിശ്വസിക്കത്തുള്ളൂ. പ്രശ്നം കൂടിക്കൊണ്ടിരുന്നാൽ എന്നാ ചെയ്യും? ഉടനെ നിങ്ങൾ വിളിക്കുക ബ്രദറിനെ, അല്ലെങ്കിൽ സഹോദരി എന്നെ വിളിച്ചൊന്ന് ബലപ്പെടുത്തുക, എന്നെ ഒന്ന് പ്രാർത്ഥിക്കുക. ഒരു പേടിയും വേണ്ട. അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങൾ വിശ്വസിക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നമ്മളെ വിശ്വസിപ്പിക്കുക. ഞാൻ പറഞ്ഞു, ഞാനും പലപ്പോഴൊക്കെ തളർന്നു പോകാറുണ്ട്. നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകാറുണ്ട് വിശ്വാസത്തിൽ. പക്ഷെ അവിടെ ബലപ്പെടുത്തുവാൻ നമുക്കൊരു ഫെലോഷിപ്പ് ആവശ്യമാണ്. അതിനാണ് ഈ കൂട്ടായ്മ. അതുകൊണ്ട് നിങ്ങൾ ആരും പറഞ്ഞിട്ട് ബ്രദർ എനിക്ക് വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോകുന്നത്, എന്നോടൊന്നും തോന്നരുതെന്ന് പറയണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട. അവിടെയാണ് നമുക്ക് കൂട്ടായ്മയുടെ ശക്തി. അതുകൊണ്ടാണ് കൂട്ടായ്മകൾ വെക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും വിശ്വസിച്ചാൽ പോരെ. നമുക്ക് തളർന്നു പോകുമ്പോൾ, നമ്മൾ ക്ഷീണിച്ചു പോകുമ്പോൾ, നമ്മൾ വിശ്വാസത്തിൽ ബലപ്പെടുമ്പോൾ നമ്മുടെ ഇടയ്ക്കിലേക്ക് പിശാച് വന്ന് നമ്മളെ വിശ്വസിപ്പിക്കും, ഇല്ല എനിക്കൊരു കൂട്ടായ്മയുണ്ട്, എനിക്കൊരു സഹോദരനുണ്ട്, ഒരു സഹോദരിയുണ്ട്, എനിക്കൊരു വചനം പറഞ്ഞു തരുന്നൊരു വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ ഞാനായിക്കോട്ടെ വേറെ ആരും ആയിക്കോട്ടെ. അവിടെ നമ്മൾ ശക്തിപ്പെടണം. ഇവിടെ വചനം പറയുന്നത് ദൈവത്തിന് കീഴ്പ്പെടുവിൻ, പിശാചിനോട് എതിർക്കണം. അപ്പം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിലൂടെ പിശാചിനെ എതിർക്കുകയാണ്. ആ വാക്കുകൾ നാം വിശ്വസിക്കുമ്പോൾ ദൈവത്തെ അംഗീകരിക്കുകയാണ്, ദൈവത്തിന് കീഴ്പ്പെടുകയാണ്. അതുകൊണ്ടാണ് സാഹചര്യം നോക്കരുത് എപ്പോഴും പറഞ്ഞത്. സാഹചര്യം നോക്കിയാൽ എന്താ സംഭവിക്കുന്നറിയാവോ? നമുക്ക് ദൈവത്തെ വിശ്വസിക്കാൻ പറ്റത്തില്ല. സാഹചര്യം നോക്കിയാൽ ആർക്കാണ് ദൈവത്തെ വിശ്വസിക്കാൻ പറ്റുന്നത്? നമ്മുടെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ തളർത്തുന്നതല്ലേ സാഹചര്യം? നമ്മളെ ബലപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ മുമ്പിൽ? ഇല്ല. പക്ഷെ വചനം പറയുമ്പോൾ എന്താ നമ്മൾ കേൾക്കുന്നത്? ദൈവം എന്നെപ്പറ്റിയുള്ള പ്ലാൻ പറയും. ഞാനിത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു, കർത്താവ് എനിക്ക് വേണ്ടി അതുപോലെ തന്നെ ഞാൻ കാണും. നിങ്ങൾ ഉറക്കെ പറയണം. കഴിയുമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ ആരുമില്ലാത്തൊരു സ്ഥലത്തൊക്കെ പോയിട്ട് ഉറക്കെ നിങ്ങൾ വിശ്വസിക്കുന്നത് വിളിച്ച് പറയണം. എന്തിനീ ഉറക്കെ പറയുന്നറിയാവോ? എൻ്റെ മനസ്സും ശരീരവും ഒക്കെ എന്നെ അങ്ങോട്ട് പിടിച്ചു ഒതുക്കി അതിലേക്ക് വിശ്വസിപ്പിക്കുക നോക്കുമ്പോൾ ഞാനത് റിലീസ് ചെയ്യുന്നൊരു ഉറക്കെ പറയുവാൻ ശ്രമിക്കണം. അത് ചിലപ്പോൾ വീട്ടിൽ നിന്ന് പറയാനൊരു അന്തരീക്ഷം ഇല്ലെങ്കിൽ കുറച്ച് ദൂരമൊക്കെ വല്ലപ്പോഴൊക്കെ യാത്ര ചെയ്ത് കുറച്ച് ദൂരമൊക്കെ ആരുമില്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഉറക്കെ പറ, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാനൊരു അനുഗ്രഹമായി തീരും. എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഞാൻ യേശുവിൽ രോഗിയല്ല തുടർമാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാത്തറിയോ? റെസിസ്റ്റ് ദ ഡെവിൾ. പിശാചിനെ നിങ്ങൾ എതിർക്കുകയാണ്. അപ്പോൾ വചനം പറയുന്നത് അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് എന്ത് ചെയ്യും? എൻ്റെ കൂടെ പറഞ്ഞ എന്നാലേ അവൻ എന്നെ വിട്ട് ഓടിപ്പോകത്തുള്ളൂ എന്ന് പറ.
എന്നാൽ അവൻ എന്നാലേ എന്നെ അവൻ വിട്ട് എന്നെ വിട്ട് ഓടിപ്പോകത്തുള്ളൂ. ഓടിപ്പോകത്തുള്ളൂ. എന്നാലേ അവൻ എന്നെ വിട്ട് ഓടിപ്പോകും. എന്നാലേ അവൻ എന്നെ വിട്ട് ഓടിപ്പോകൂ. ആമേൻ. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പല ചില കൂട്ടായ്മകളിൽ പറ്റുന്ന ഒരു അബദ്ധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഹോദരി ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ കൊണ്ട് ആ സാഹചര്യത്തിലാന്ന് പറയിപ്പിക്കുന്നത് പോലും പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. പൗലോസ്ലീഹ പറഞ്ഞു നോക്കണം, ഞാൻ എന്ത് വിശ്വസിക്കുന്നു അത് ഞാൻ സംസാരിക്കുന്നു. ശ്രദ്ധിച്ച്, ഞാൻ എന്ത് വിശ്വസിക്കുന്നു അത് ഞാൻ സംസാരിക്കുന്നു. അയാൾ ദൈവത്തിന് കീഴടങ്ങുമ്പോൾ ദൈവത്തിൽ എന്താണോ എന്നെപ്പറ്റിയുള്ള പറയുക അത് ഞാൻ വിശ്വസിക്കുന്നു, അപ്പോൾ അതേ ഞാൻ സംസാരിക്കത്തുള്ളൂ. രോഗിയായിരിക്കുമ്പോഴും പറയണം, യേശു എൻ്റെ രോഗത്തെ വഹിച്ചതുകൊണ്ട് ഞാൻ രോഗിയല്ല, രോഗത്തിന് എൻ്റെ മേൽ അധികാരമില്ല. വേറെ ഇങ്ങനെ പറഞ്ഞാൽ എന്താ ഗുണം? നിങ്ങൾ പിശാചിനെ എതിർക്കുന്നു, ദൈവത്തെ അനുസരിക്കുന്നു. അനുസരിക്കുന്നവൻ്റെ മേൽ അനുഗ്രഹം തുറക്കും. അല്ലെങ്കിൽ എന്നാ കുഴപ്പമെന്നറിയോ? നമ്മൾ വചനവും വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ പിശാചിനെയും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, പിശാചിൻ്റെ ഒരു തന്ത്രം എന്നാന്ന് വെച്ചാൽ, യു ആർ ഇൻ ദ ട്രബിൾ, നിങ്ങൾ വലിയൊരു കുഴപ്പത്തിൻ്റെ അകത്താണ് ഇരിക്കുന്നത് നിങ്ങളെ പഠിപ്പിക്കും. വലിയ പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോകും, നിങ്ങളെ വിശ്വസിപ്പിക്കും. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്നാ പറയും? കർത്താവേ എന്നെ രക്ഷിക്കണേ, 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 രക്ഷിക്കണേ. ശ്രദ്ധിച്ച്, ആരാ നിങ്ങൾ കുഴപ്പത്തിലാന്ന് പറഞ്ഞത്? ഇത് എൻ്റെ സാഹചര്യം ബ്രദർ കണ്ടോ, ഞാൻ വലിയ പ്രശ്നത്തിലാന്നാ കണ്ടോ? കറക്റ്റല്ലേ പറഞ്ഞത്? പിശാച് ഇത് തന്നെയല്ലേ പറയുന്നത് നിങ്ങൾ പ്രശ്നത്തിലാന്ന്. അവനെന്താ ഉദ്ദേശിക്കുന്നതെന്നറിയോ? നിങ്ങൾ പ്രശ്നത്തിലാണ്, നിങ്ങളെ വിശ്വസിപ്പിക്കണം. അവിടെ നിങ്ങൾ എന്ത് സംഭവിക്കുന്നറിയോ? പിശാചിനെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ എതിർക്കുക. ഇല്ലില്ല, ഞാൻ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോഴും പറയണം, ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ല, അത്ഭുത സാക്ഷ്യമായി ഞാൻ തീരും എന്ന് പറയുമ്പോൾ നിങ്ങൾ പിശാചിനെ എതിർക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തിന് കീഴ്പ്പെടുകയും ബൈബിൾ പറയുന്നു അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുവാനിടയായിത്തീരും. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് എന്ത് ചെയ്യും? ഓടിപ്പോകുവാനിടയായിത്തീരും. കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും തിരിച്ചറിയണം, നിങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ പിശാചിനെ എതിർക്കുകയാണ് യഥാർത്ഥത്തിൽ. പലർക്കും അറിയത്തില്ല ഈ മർമ്മം. എന്തുകൊണ്ട് പിശാച് വിട്ട് ഓടിപ്പോകാത്തെന്നറിയോ? നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നതോടൊപ്പം തന്നെ പിശാചിനെയും അനുസരിക്കുന്നു. ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി, ഞാൻ അതുകൊണ്ടാണ് ഒരു തവണ പ്രാർത്ഥനാ റിക്വസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വീണ്ടും വീണ്ടും പറയിപ്പിക്കാൻ ഇത് പ്രൊമോട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാവോ? നിങ്ങൾ പിന്നെ ഒരു തവണ നിങ്ങൾ പ്രയർ റിക്വസ്റ്റ് പറഞ്ഞതിന് ശേഷം നിങ്ങൾ വിശ്വസിക്കണം യേശു ആ വിഷയത്തെ കൈകാര്യം ചെയ്യും. അതുമായി ബന്ധപ്പെട്ട വചനമേ പിന്നെ പറയാവുള്ളൂ. ഇനി ഞാൻ പറഞ്ഞില്ല, തളർന്നു പോകുമ്പോൾ നിങ്ങൾ ബ്രദറെ എനിക്ക് പറ്റുന്നില്ല, ബ്രദറെ മാനസികമായിട്ട് എനിക്ക് വചനം പറയാനോ പ്രാർത്ഥിക്കാനോ പറ്റുന്നില്ല, നിങ്ങൾ ധൈര്യമായിട്ട് എന്നെ വിളിച്ചോ, നിങ്ങൾ ധൈര്യമായിട്ട് പ്രയർ റിക്വസ്റ്റ് അയച്ചു, ഒരു കുഴപ്പവുമില്ല. ഇവിടെ എന്താണ്? അതാണ് ഞാൻ കൂട്ടായ്മയുടെ ശക്തി, കൂട്ടായ്മയുടെ ബലം എന്ന് പറഞ്ഞാൽ നമ്മളെ തളർന്നു പോകുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കൂട്ടായ്മ. ആമേൻ. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വചനം സ്വന്തമായി പഠിക്കാൻ കഴിവില്ല എന്നുകൊണ്ടല്ല, പലപ്പോഴും നിങ്ങൾക്കൊരാളുടെ ആവശ്യമുള്ളത് കൊണ്ടാണ് വചനം പഠിപ്പിക്കുവാൻ മറ്റൊരാളെ നിങ്ങളുടെ മുമ്പിലേക്ക് കർത്താവ് അയക്കുന്നത്. ആമേൻ. ഇവിടെ ബൈബിൾ പറയുകയാണ്, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ക്ഷീണിച്ചവശനായിട്ടിരിക്കുമ്പോഴും ഞാൻ പറയുന്നൊരു വാക്ക് ശ്രദ്ധിച്ചോണം. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യേശു ഇത് അറിയുന്നുണ്ടോ? യേശു നിങ്ങളുടെ കൂടെയുണ്ടോ? അറിയുന്നുണ്ട്, കൂടെയുണ്ട്. ഇതിൽ നിങ്ങൾ ബലപ്പെടും. അപ്പൊ യേശു ഇത് കാണുന്നുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചോണം, യേശു ഇത് കാണുന്നുണ്ടെങ്കിൽ, യേശു ഇത് അറിയുന്നുണ്ടെങ്കിൽ, ഈ രണ്ട് ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല, എൻ്റെ കർത്താവ് എന്നെ ഏതിൽ നിന്നൊക്കെയും പുറത്തു കൊണ്ടുവരും. നിങ്ങൾക്കറിയാവോ, നമ്മൾ എവിടെയെങ്കിലും ചെല്ലുന്ന സമയത്ത്, ഇപ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും നമ്മൾ ആദ്യം ഇപ്പോൾ എവിടെയെങ്കിലും ചെല്ലുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ആദ്യം എന്തെങ്കിലും കാര്യം ചെയ്യുമ്പം പെട്ടെന്ന് നമ്മൾ ചുറ്റുവട്ടം നോക്കും. എന്തിനാണെന്നറിയോ? അവിടെ എങ്ങാനും CC ക്യാമറ ഉണ്ടോയെന്ന്, അല്ലേ? ഇപ്പം എൻ്റെ ഒരു പ്രത്യേകത, ഞാനിപ്പോൾ എവിടെയും ചെന്ന് കഴിഞ്ഞാൽ, കാര്യം നമ്മൾ അബദ്ധം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കോഷ്ടി കാണിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ കാണിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എവിടെയെങ്കിലും ചെല്ലുമ്പോൾ തന്നെ ആദ്യം CC ക്യാമറ നോക്കും, അല്ലേ? പ്രത്യേകിച്ച് കൊച്ചുങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴേക്കും അവരിവിടെ എല്ലാം പോയി പിടിക്കുകയും തോണ്ടുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആദ്യം നോക്കുക, ദൈവം എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഇവിടെ CC ക്യാമറ ഉണ്ടോ, കുഴപ്പമുണ്ടായാൽ നമ്മൾ പരിഹരിക്കണം. എന്നാൽ പോലും നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? ഇവിടെ ക്യാമറ ഉണ്ടാകുന്ന, അല്ലേ? നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണോ ഇപ്പം? അത് ഞാൻ മാത്രമേ ഉള്ളോ? അതെ, അതെ അതെ.
അതെ നമ്മൾ കുഴപ്പം കാണിക്കാൻ വേണ്ടിയല്ല, കുഴപ്പം കാണിക്കാൻ വേണ്ടിയല്ല, എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധം പറ്റിയാൽ പിന്നെ ഇപ്പം എല്ലാവരും ഇതിങ്ങനെ കട്ട് ചെയ്തൊക്കെ വീഡിയോ ഇടുന്ന പരിപാടി ഉണ്ടല്ലോ എല്ലായിടത്തും. അപ്പം നമുക്കൊരു ബോധം വന്നില്ലേ, ഒരു CC ക്യാമറ നമുക്കൊരു ബോധം വന്നില്ലേ, ഇതെന്നെ ആരോ കാണുന്നുണ്ട്, എന്നെ ആരോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇതൊരു ബോധമാണ്. അപ്പോൾ ഒരു പ്രതിസന്ധിയിലൂടെ യേശുവിനെ അറിഞ്ഞ വ്യക്തി കടന്നു പോകുമ്പോൾ നിങ്ങളുടെ അകത്തൊരു ബോധമുണ്ടാകണം, യേശു എൻ്റെ കൂടെയുണ്ടെന്നും യേശു ഇത് അറിയുന്നുണ്ടെന്നും യേശു ഇത് അറിയുന്നുവെന്നും യേശു ഇത് കാണുന്നുവെന്നും നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് പ്രതികരിച്ചോണം ദൈവത്തോട്. ഇല്ല കർത്താവേ, പിശാചിൻ്റെ ഒരു പ്രവൃത്തി എൻ്റെ നടക്കത്തില്ല, എൻ്റെ കർത്താവ് എന്നെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഇങ്ങനെ പറഞ്ഞ് ശീലിക്കണം. ഇങ്ങനെ പറഞ്ഞ് ശീലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ, നിങ്ങൾ ദൈവത്തിന് കീഴ്പ്പെടുന്നവരാന്ന് പിശാചിന് മനസ്സിലാവും. അല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നറിയാവോ, നിങ്ങൾ ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, യേശുവിനെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നാണെന്നറിയാവോ, എൻ്റെ കർത്താവ് ഇത് എന്ന് തീരും ഈ പ്രശ്നം. അങ്ങനെ പറയില്ലേ, പകരം എന്തു പറയണം, എനിക്കറിയത്തില്ല ഇതെന്നാ വലിയ വിഷയമാണ്, പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, എൻ്റെ കർത്താവ് എന്നെ കാണുന്നതുകൊണ്ട് ദൈവം ഇതിൻ്റെ അകത്തൊരു പരിഹാരം ചെയ്യും, എനിക്കത് ദോഷമായിട്ട് എൻ്റെ കർത്താവ് സകലതും നന്മയ്ക്കായിട്ട്, അങ്ങനെ എപ്പോഴും പറഞ്ഞ് പഠിക്കണം. സകലതും എൻ്റെ ദൈവം എനിക്ക് നന്മയാക്കി മാറ്റും. അവിടെ എന്താ സംഭവിക്കുന്നറിയോ, നാം ദൈവത്തിന് അനുസരിക്കുന്ന വ്യക്തികളായതുകൊണ്ട് നാം അതിനെ വിശ്വസിക്കുന്നില്ല. ഞാൻ പ്രശ്നത്തിലല്ല, ഞാൻ ദൈവത്തിലായിരിക്കുന്നത്. 24 മണിക്കൂറും ബൈബിളൊരു വാക്കുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് യഹോവ കുനിഞ്ഞ് മനുഷ്യന്മാരുടെ ഇടയിലേക്ക് നോക്കുന്നു എന്ന് പറഞ്ഞത്. പിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ യേശുവേ എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നൊരു കർത്താവല്ല. ഞാനൊരു കാര്യം ചോദിച്ചു, നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ള വാക്യമാണ്, കർത്താവ് ശിഷ്യന്മാരുമായിട്ട് പോകുന്നൊരു യാത്രയിൽ പെട്ടെന്ന് കാറ്റും കോളും ഉണ്ടായി. ബൈബിൾ പറയുന്നു കർത്താവ് അവിടെ തലയണ വെച്ച് കിടക്കുമായിരുന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ പ്രശ്നം അവർക്കുണ്ടാകുമ്പോൾ യേശു ക്രിസ്തു ആ പ്രശ്നം അറിഞ്ഞിരുന്നോ ഇല്ലയോ? അറിഞ്ഞിരുന്നു എന്നതിൻ്റെ തെളിവ് എന്നാന്ന് വെച്ചാൽ, ഒന്ന് യേശു ദൈവമാണ്, രണ്ടാമത് കർത്താവിൻ്റെ ഒരു മറുപടി എണീറ്റ് വന്ന ഉടനെ നമുക്ക് അത്രയും തിരമാല അടിച്ച് ഭയങ്കര വലിയ വിഷയം നടക്കുമ്പോൾ ശിഷ്യന്മാർ വാവിട്ട് നിലവിളിക്കുന്നു. ഒന്നാമത് നമ്മുടെ ഇന്നത്തെ പോലത്തെ ഷിപ്പല്ലല്ലോ, അന്നത്തെ പായ്ക്കപ്പൽ പോലത്തെ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇളകി മറിയുമ്പോൾ ഒരാൾക്ക് കിടന്ന് ഉറങ്ങാനൊന്നും അത് പറ്റത്തില്ല, എത്ര ക്ഷീണമുണ്ടെങ്കിലും. രണ്ട്, ഇവരാണെങ്കിൽ കാറിക്കൊണ്ടിരിക്കുക, അതാ ഞങ്ങൾ നശിച്ചു പോകുന്ന അറിയുന്നില്ലേ. കർത്താവ് അതുവരെ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ എപ്പോഴാണോ ഇവരുടെ പിടിവിട്ട്, ഇവർ സകല പിടിയും വിട്ട് ഇവർ ദൈവസന്നിധിയിൽ കാറിക്കൂവാൻ തുടങ്ങിയപ്പോൾ യേശു ക്രിസ്തു വേണ്ടിയിട്ട് വന്നിട്ട്, ഞാനൊന്ന് ഉറങ്ങിപ്പോയി കേട്ടോ, ഞാനൊന്ന് മയങ്ങിപ്പോയെന്നല്ല പറഞ്ഞത്, വേർ ഈസ് യുവർ ഫെയ്ത്ത്, നിന്റെ വിശ്വാസം എവിടെ എന്ന് യേശു ചോദിച്ചു. വേർ ഈസ് യുവർ ഫെയ്ത്ത്, നിന്റെ വിശ്വാസം എവിടെ? അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം പറയുന്നതിനെ അംഗീകരിക്കുന്നതാണ് വിശ്വാസം. നിങ്ങൾ ചിന്തിക്കരുത് വിശ്വാസം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണെന്ന് ചിന്തിക്കരുത്. ദൈവം പറയുന്നതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പം ഞാൻ 9:30 പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ നിങ്ങൾ 9:30 വരുമോ? ബ്രദർ എനിക്ക് തോന്നുന്നത് ചുമ്മാ പറഞ്ഞതായിരിക്കും. അതിൻ്റെ അർത്ഥം എന്തുവാ? ബ്രദർ ചുമ്മാ പറഞ്ഞതായിരിക്കും, ചിലപ്പോൾ 9:30 അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്നെ അനുസരിക്കുന്നുമില്ല, വിശ്വസിക്കുന്നുമില്ല. അപ്പോൾ 9:30 ബ്രദർ ഇന്നിപ്പോഴാണ് ബ്രദറെ പ്രാർത്ഥന, അപ്പോൾ ഞാൻ പറയാം 9:30. അപ്പോൾ കറക്റ്റ് 9:30 ആകുമ്പോൾ നിങ്ങൾ വന്നെന്നിരിക്കട്ടെ. രണ്ട് കാര്യം അവിടെ സംഭവിച്ചത്. ഒന്ന്, നിങ്ങൾ എന്നെ വിശ്വസിച്ചു. രണ്ട്, നിങ്ങൾ എന്നെ അനുസരിച്ചു. ഹല്ലേലൂയ. അനുസരിക്കുക, വിശ്വസിക്കുക. നമ്മൾ വിശ്വസിക്കുമ്പോൾ നാം ദൈവത്തെ അനുസരിക്കുന്നു. നമ്മൾ അവിശ്വസിക്കുമ്പോൾ ദൈവത്തെ എന്ത് ചെയ്യുന്നു? അനുസരണക്കേട് കാണിക്കുന്നു. പിശാചിനെ നാം അനുസരിക്കുന്നു, പിശാചിൻ്റെ വാക്കിനെ ഞാൻ വിശ്വസിക്കുന്നു. പറയണം, ഓരോ പ്രശ്നം വരുമ്പോഴും പറയണം, ഞാൻ പിശാചെ നീ എന്നെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് 24 മണിക്കൂറും കർത്താവിൻ്റെ വചനമല്ല മനസ്സിൽ വരുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമ്മൾ ആകെ കൂടി നമ്മുടെ മനസ്സിലേക്ക് ചില സമയങ്ങളിലല്ലാതെ വചനം എന്ന് പറയും 24 മണിക്കൂറും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുമ്മാ പോയി നിരുന്നേ, ഒന്ന് റിലാക്സ് ചെയ്തൊന്ന് ഇരുന്ന് ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലോട്ട് നമ്മൾ പറയത്തില്ല, ഇപ്പോഴാണ് ഇത് മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വന്നുകൊണ്ടിരിക്കുന്നതല്ല, നിങ്ങളുടെ ഉള്ളിലേക്ക് പിശാച് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി 24 മണിക്കൂർ അവൻ ആക്റ്റീവാണ്. അവനിങ്ങനെ പറയുക, ആ പ്രശ്നം മാറുന്നില്ല, പ്രശ്നം മാറുന്നില്ല, പ്രശ്നം മാറുന്നില്ല. നമ്മൾ പോലും മറന്നുപോയ ഓരോ കാര്യങ്ങളും 24 മണിക്കൂർ നമ്മളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം നിങ്ങളെങ്ങനെയും വിശ്വസിപ്പിക്കണം. കാര്യം നിങ്ങൾ അവൻ പറയുന്നത് അനുസരിച്ചാൽ പിന്നെ അവൻ ഈസിയാണ്. പക്ഷെ നിങ്ങൾ ഉടനെ അത് മനസ്സിലോട്ട് വരുമ്പോൾ നിങ്ങൾ എന്നാ പറയണമെന്ന് അറിയാവോ? ഇനി വചനം ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും ഒറ്റ വാക്ക് പറയണം, കർത്താവ് സകലതും നന്മയാക്കും, അത്ഭുതം നടക്കും.
യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇതൊന്ന് പറഞ്ഞു നോക്കി. ഈ വരുന്ന മുഴുവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവുകയും ചെയ്യും. നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ വലിയ പ്രവൃത്തികൾ അവിടെ നടക്കുകയും ചെയ്യും. ആമേൻ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുന്നു, പിശാചിനെ എതിർക്കുന്നു. അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സകല വിഷയങ്ങളെയും നിങ്ങൾ കാൽച്ചുവട്ടിലാക്കുന്നു, സകല വിഷയത്തെയും നിങ്ങൾ ജയിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന വ്യക്തികൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനത്തിൽ എന്തു പറയുന്നു അതാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനോട് എതിർക്കണം. കടഭാരത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പറ, കർത്താവേ, യേശുവിൻ്റെ കടഭാരം മാറ്റിയെന്ന് പറയണം. എനിക്ക് വേണ്ടി ദൈവം പുതു വഴി തുറന്നിരിക്കുന്നു. എൻ്റെ ദൈവം ഇത്ര ലക്ഷം രൂപ മഹത്വത്തോടെ തൻ്റെ ധനത്തോടെ ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തന്നിരിക്കും. ഞാൻ അത്ഭുതം കാണും. എന്തെന്നാൽ നിങ്ങൾ അങ്ങനെ പറയുന്നു വെച്ച് നിങ്ങൾ ദൈവത്തെ അനുസരിക്കുകയാണ്. ആ ദൈവം പ്രവർത്തിക്കും. ദൈവം അത്ഭുതം ചെയ്തു. എൻ്റെ ദാരിദ്ര്യം യേശു മാറ്റി, എൻ്റെ ഞെരുക്കം യേശു മാറ്റി. ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് പെട്ടെന്ന് ആദി വരും, ടെൻഷൻ വരും, ഭാരം വരും. ഇതെല്ലാം വരുന്നത് എന്തിനാണെന്നറിയാവോ? എന്നെ വിശ്വസിപ്പിക്കണം, ദൈവം ചെയ്യത്തില്ലെന്നും, ഞാൻ തകർന്നു പോകുമെന്നും, ഞാൻ കൈവിടപ്പെടുമെന്നും, എൻ്റെ കുടുംബം വിഷയമാകുമെന്നും, എൻ്റെ തലമുറ രക്ഷപ്പെടത്തില്ലെന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറേ വന്നു കഴിയുമ്പോൾ ഒരു കരച്ചിൽ വരും. നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സങ്കടം വരും. പിന്നെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവത്തോട് പരാതി, കർത്താവേ ഇത് കാണുന്നില്ലേ, ഈ സങ്കടം എനിക്ക് പറ്റുന്നില്ല. അവിടെ നിങ്ങൾ എന്താ ചെയ്തെന്നറിയാവോ? നിങ്ങൾ പിശാചിനെ വിശ്വസിച്ചു, ദൈവത്തെ എതിർത്തു. നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല, നമ്മൾ അറിയാതെ നമ്മൾ നടക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നറിയാവോ? അവിടെ വിശ്വാസം ആക്റ്റീവ് ആകുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? അവിടെ അവിശ്വാസം വർദ്ധിക്കുന്നു. പിശാചിനെ വിശ്വസിക്കുന്നതോട് സംഭവിച്ചെന്നറിയാവോ? അവൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിഷയങ്ങളെ എന്ത് ചെയ്യുന്നു? അനുഗ്രഹത്തിന് പകരം വിരോധമാക്കുവാൻ നോക്കുന്നു. അപ്പോൾ നിങ്ങൾ രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, നിങ്ങൾ അതിനെ എതിർക്കണം. ഇല്ല, വചനം പറയും, ഇല്ല എൻ്റെ ദൈവം അത്ഭുതം ചെയ്യും. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ബ്രദറെ, അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പോകേണ്ടതെങ്കിൽ അവിടെയാണ് പ്രാർത്ഥനാ സഹായങ്ങൾ, അവിടെയാണ് സ്പിരിച്വൽ സപ്പോർട്ടുകൾ, അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? വചനത്തിലും പ്രാർത്ഥനയിലും പ്രാർത്ഥിക്കുന്ന ആരുടെയെങ്കിലും ഒരു ഹെൽപ്പിന് വേണ്ടി പോകേണ്ടത്. പക്ഷേ ഇവിടെ നിങ്ങൾ വളരാൻ പഠിക്കണം. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കരുത്? ഇതിനെ വളരാൻ ശ്രമിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓവർകം ചെയ്യുവാൻ കഴിയും. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ റെസിസ്റ്റ് ചെയ്യണം. റെസിസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇനി തല പോകുന്ന വിഷയം വന്നാലും നിങ്ങൾ പറയും, യഹോവ ഈരെ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അത്ഭുതം നടക്കത്തുള്ളൂ. ഈ ഒരു മൈൻഡിലേക്ക് നിങ്ങൾ വളരും. എന്തുകൊണ്ടെന്നാൽ ഒടുവിൽ ജയം കർത്താവിനെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ ഒടുവിൽ ഈ വിഷയത്തിൻ്റെ മൊത്തം ജയം പേടിക്കേണ്ട, കർത്താവിലുള്ള എനിക്കും ദൈവത്തിനുമാണ്. ഞാനത് കാണും, ഞാനത് അനുഭവിക്കുക തന്നെ ചെയ്യും. ആമേൻ. നമുക്ക് ഒരുമിച്ചെന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ആദ്യം തന്നെ പറ, എൻ്റെ രോഗം യേശു ക്രൂശിൽ വഹിച്ചിരിക്കുന്നു. ഞാൻ രോഗിയല്ല, എൻ്റെ ആരോഗ്യം യേശു നൽകിയിരിക്കുന്നു. ഞാൻ ഇനി ആരോഗ്യമില്ലാത്ത വ്യക്തിയല്ല, അനാരോഗ്യത്തിലല്ല, യേശുവിൻ്റെ ആരോഗ്യത്തിലാണ്, കർത്താവിൻ്റെ അനുഗ്രഹത്തിലാണ്. ഇന്ന് പ്രാർത്ഥിച്ച് അല്പനേരം നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. ഞാൻ സാമ്പത്തിക ഞെരുക്കത്തിലല്ല എന്ന് കണ്ണടച്ച് എന്നിട്ട് പറയാം, എൻ്റെ ഞെരുക്കങ്ങളൊക്കെ യേശു ക്രൂശിൽ വഹിച്ച് പുതുവഴികൾ എനിക്ക് വേണ്ടി തുറക്കും. ഞാൻ ഈ വിശ്വസിച്ചിരിക്കുന്ന ട്രസ്റ്റ് ചെയ്യുന്ന എൻ്റെ ജോലിയല്ല, അതിനേക്കാൾ അപ്പുറമായി നന്മകൾ തുറക്കാൻ വേണ്ടി പോവാം. ഇതുവരെ ഞാൻ ചോദിച്ചോട്ടെ, അബ്രഹാമിന് ഉണ്ടായിരുന്ന മാടുകളെ കൊണ്ടാണ് അബ്രഹാം ബഹുസമ്പന്നനായത്? അല്ല, ദൈവം അതിന് വർദ്ധിപ്പിച്ചത് കൊണ്ടാണ്. ഇതിൽ നമ്മൾ കേട്ടില്ലേ, യാക്കോബിൻ്റെ കാര്യം കേട്ടില്ലേ? ദൈവം വർദ്ധിപ്പിച്ചു. അങ്ങനെ ചില നന്മകൾ തുറന്നു വരാൻ വേണ്ടി എക്സ്ട്രാ ഓർഡിനറി സ്പിരിച്വൽ മാത്രമല്ല, മെറ്റീരിയൽ ബ്ലെസ്സിങ്ങോടെ നിങ്ങളുടെ മേലേക്ക് വരാൻ പോവാം. എക്സ്ട്രാ ഓർഡിനറി പ്രോസ്പെരിറ്റി നിങ്ങളുടെ മേലേക്ക് വെളിപ്പെടാൻ വേണ്ടി പോവാം. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നപ്പ ആ ഡിവൈൻ ഹെൽത്ത് നിങ്ങളിലേക്ക് വരിക. രോഗത്തോട് പറ, ഷുഗർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ട്യൂമർ ആയിക്കോട്ടെ, കിഡ്നിയുടെയോ ഹാർട്ടിൻ്റെയോ പ്രോബ്ലംസ് ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നമ്മുടെ ഫെബ്രുവരി നടക്കാൻ പോകുന്ന മീറ്റിങ്ങിൽ നിങ്ങൾ മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് വരണം കേട്ടോ. നിങ്ങൾക്ക് സാക്ഷ്യം ലഭിച്ച ഒരു മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് വരണം. അനേകർക്ക് ഇത് കാണുമ്പോൾ അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനൊക്കെ ഇടയായിത്തീരും. നേരിട്ട് സാക്ഷ്യം പറയാനൊക്കെ സമയം, ഇഷ്ടംപോലെ സമയം അതിനുവേണ്ടി തന്നെ മാറ്റി വെക്കുന്നുണ്ട്. സാക്ഷ്യങ്ങൾക്ക് വേണ്ടി തന്നെ വണ്ടിക്കൂലിയൊക്കെ മുടക്കി ദൈവം തരുമെന്നേ. ഒരു അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ വഴി തുറക്കാൻ ദൈവത്തിന് കഴിയും. യേശുവേ, നന്ദി കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ
എൻ്റെ കർത്താവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുത്തുന്നല്ലോ. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുന്നല്ലോ. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നല്ലോ. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും പ്രാർത്ഥിച്ച്, യേശുവേ, അങ്ങയുടെ മഹത്വം എന്ന് വെളിപ്പെടുന്നു. പുതുവഴി ഞാൻ കാണാൻ വേണ്ടി പോവാം. ഞെരുക്കത്തിലിരിക്കുക എന്നുള്ളതല്ല. ഞെരുക്കത്തിലിരിക്കുക, എൻ്റെ യേശു എനിക്ക് വേണ്ടി ദരിദ്രനായത് ഞാൻ ബഹുസമ്പന്നനാകാനാണ്. പുതുവഴി തുറക്കും. ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് യേശുവിൻ്റെ തിരുമുറിവിൽ ഇന്നലെ നമ്മൾ ഒത്തിരി രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം കേട്ടു. ഇന്നത് സംഭവിക്കും. ഞാൻ പ്രാർത്ഥിക്കുമ്പം ഈ തൊണ്ടയിൽ ഒരു വ്യക്തിയുടെ സൗഖ്യം നടക്കുന്നതായിട്ട് ഞാൻ കാണും. തൊണ്ടയുടെ അവിടെ ദൈവത്തിൻ്റെ ഒരു സൗഖ്യം കരമെന്ന് വെളിപ്പെട്ട് എന്നെ കഴിഞ്ഞ ചില സമയത്തൊരു ബുദ്ധിമുട്ട് പോലെ വരാറുണ്ട്, വേദന പോലെ അനുഭവിക്കാറുണ്ട്. ഇപ്പോൾ ഈ നിമിഷം അവിടെ കൈയെടുത്ത് വെച്ച് ഇനി വേണ്ട ആ വേദന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പുറത്താക്കുക. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് അത്ഭുതം വന്നിരിക്കുന്നു. ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ ഞാനതിനെ സ്വീകരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത്ഭുതത്തെ സ്വീകരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത്ഭുതത്തെ സ്വീകരിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം തന്നെ അസാധാരണമായ സൗഖ്യം നടക്കുക. കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ കാലുകളുടെ മേലേക്ക് സൗഖ്യം നിറയുക. ഞാൻ കാണുന്നത് ചിലരുടെ മുട്ടുകളുടെ അവിടെ തേയ്മാനങ്ങൾ, ആ വേദനയോടുകൂടെ ഇന്ന് പറിച്ചു മാറ്റുക. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളൊന്ന് എണീറ്റ് ടെസ്റ്റ് ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ കൈവച്ചവിടെ അത്ഭുത രോഗസൗഖ്യം നിങ്ങളുടെ മേലേക്ക് സംഭവിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹാലേലൂയ, ഹാലേലൂയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഹാലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മുടെ ഈ പ്രാർത്ഥനയിൽ എനിക്കറിയാം കുറച്ച് ശൈലജ എന്നുള്ള പേരുകാരുള്ളവരുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ഈ ശൈലജ എന്ന പേരുള്ള ആ വ്യക്തിക്ക് സ്വപ്ന എന്ന് പറയുന്ന മോളുള്ള ശൈലജ നമ്മുടെ സൂമിലോ ഇന്ന് ഫേസ്ബുക്കിൽ ലൈവിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ നിങ്ങളുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പ്രതികരിച്ചണം. ശൈലജ എന്നുള്ള പേരല്ല, സ്വപ്ന എന്ന പേരും ഉള്ള മകളുള്ള ശൈലജയാണ് എൻ്റെ കർത്താവ് ഇങ്ങനെ പറയുന്നത്. ആ കുടുംബത്തിൻ്റെ മേലേക്ക് ഇതിനകത്ത് കുറേ ശൈലജ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അങ്ങനെയല്ല. ശൈലജയുടെ മോള് സ്വപ്നയെ ഞാൻ കാണുന്നു. ആ സ്വപ്നയുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ കർത്താവിൻ്റെ പറയുന്ന ആ വീടിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ അത് ഏറ്റെടുത്തോണം. ദൈവത്തിൻ്റെ സമാധാനം ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു വ്യക്തിയുടെ പേര് കർത്താവിൻ്റെ ഒരു വിളിപ്പേര് പോലെ വെളിപ്പെടുത്തും. ഒഫീഷ്യലാണെന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത്, ഈ മണിയച്ചൻ എന്ന് വിളിക്കുന്ന ഒരു പേരാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഒരു വിളിപ്പേരാണ് കേൾക്കുന്നത്. ആ വ്യക്തിയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോട് ഈ ദിവസങ്ങളിൽ പറയുന്നു. ഒത്തിരി ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കേൾക്കുകയാണ്. ഒത്തിരി എന്താ പറയുന്നത്, ആ കുടുംബം ഒത്തിരി പഴിയും നിന്ദകളും അനുഭവിച്ച് ഒത്തിരി തകർന്നു പോയൊരവസ്ഥയിലൂടെ കടന്നു പോയെന്നൊരു ഭവനമാണ്. എന്നാൽ കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ മേലേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഇന്ന് അയക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്ന, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന കുടുംബത്തിൻ്റെ മേൽ ദൈവികമായ സമാധാനം ഉടലെടുക്കുകയാണ്. കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഇന്ന് അവിടെ തുടങ്ങുകയാണപ്പ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ, വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. ഈ ബ്ലാക്ക് കളറിലെ ഒരു നൈറ്റ് പോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് ഈ നിമിഷം കർത്താവിനെ കാണിക്കുന്നത്. ബ്ലാക്ക് കളറാണ് അതിൽ, പക്ഷേ അതിൻ്റെ കൈയുടെ തണ്ടിൻ്റെ ആ ഭാഗം, കൈത്തണ്ടിൻ്റെ ആ ഭാഗത്തിൽ റെഡ് കളറിലെ ഒരു പോർഷൻ ആ കൈയുടെ ഡ്രസ്സിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കാണുന്നത്. എൻ്റെ കർത്താവിനെ കാണിക്കുന്ന ആ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ മേലേക്ക് എന്നെങ്ങനെ വാക്ക് പറഞ്ഞ സകല വെല്ലുവിളികളെ നീക്കി ദൈവം വലിയൊരു സമാധാനത്തെ കുടുംബത്തിൻ്റെ മേലേക്ക് അയക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇവിടെ കർത്താവ് എന്നെ കാണിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിലുള്ള സകലവിധമാകുന്ന പരിഹാസങ്ങളും ചോദ്യങ്ങളുടെ നടുവിൽ ദൈവം അത്ഭുതകരമായ സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് റിലീസ് ചെയ്യുന്നു. കർത്താവിലുള്ള ദിവ്യ സമാധാനം അവിടെ നിറയട്ടെ. കർത്താവിലുള്ള ദിവ്യ സമാധാനം ആ കുടുംബത്തിൻ്റെ മേൽ നിറയട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പ. കർത്താവ് ഓരോ വ്യക്തികളെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ.
ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു കൈ വെച്ചു എന്നിട്ട് പറഞ്ഞ് യേശുവിൻ്റെ തിരുമുറിവിൽ ഇപ്പോൾ രോഗത്തിൻ്റെ മേലെ വേദന നിങ്ങളെ വിട്ടുമാറുക. ഇതിന് ശേഷം നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അവസരം. ഇപ്പോൾ ഈ നിമിഷം അത് സംഭവിക്കുക. ആ രോഗം നിങ്ങളെ വിട്ട് മാറുകയാണ്. അത്ഭുതം പറയണം, ഞാൻ രോഗിയല്ല, ആരോഗ്യമുണ്ട്, എനിക്ക് യേശുവിലുള്ള ആരോഗ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ അത് പറയുമ്പോൾ നിങ്ങളുടെ മേൽ ആ പിശാചിനെ നിങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുക. പിശാചിനെ എതിർക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എനിക്കൊരു നമ്പർ കർത്താവ് എന്നെ ഒരു എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. 528 എന്നുള്ള ഒരു നമ്പർ കർത്താവിനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. അത് എന്ത് കണക്ട് ചെയ്ത നമ്പറാണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കേൾക്കുന്നൊരു വ്യക്തി ഇതിൻ്റെ അകത്തുണ്ട്. സൂമിൽ മാത്രമല്ല, ലൈവിൽ കേൾക്കുന്നുണ്ട്. ഇന്ന് ആ വ്യക്തിയുടെ മേലേക്ക് കർത്താവിൻ്റെ ഒരു പ്രവൃത്തി, ആ ഒരു എന്ത് നമ്പറാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഇന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു ട്രെയിനിങ്ങിനെ ചെയ്യാൻ വേണ്ടി പോവാണ്. കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് ആ ജീവിതത്തിലേക്ക് വലിയൊരു വഴിത്തിരിവിനെ കർത്താവ് ചെയ്യാൻ വേണ്ടി, ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുക എന്നൊരു ആലോചന ഇന്ന് ആ വിഷയത്തിന് മേൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പം കർത്താവിൻ്റെ അത്ഭുത കരം ഇന്നിവിടെ വ്യക്തികളുടെ മേൽ വെളിപ്പെടുന്നല്ലോ. ഓരോ വ്യക്തികളെയും ഞങ്ങൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അവരുടെ എല്ലാ പ്രതിസന്ധികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ദിവ്യ സമാധാനം ഓരോ വ്യക്തികളുടെ മേൽ നിറയട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കാണുന്നൊരു കാഴ്ചയാണ്. എൻ്റെ പേരിൻ്റെ അവസാനം ഞാൻ കണ്ടതാണ്. ഇപ്പം ജോളി കോശി എന്നതിപ്പോൾ കണ്ട പേരാണ് എൻ്റെ മനസ്സിൽ വന്നതാണ്. കോശി എന്നുള്ള പേരാണ് വന്നത്, പക്ഷേ ജോളി കോശി എന്നുള്ള ആളെ ഞാനിപ്പോൾ കണ്ടു. ഞാൻ കർത്താവ് എന്നെ കാണിക്കുന്ന ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു വ്യക്തി മുഖാന്തരം നിങ്ങളുടെ ലൈഫിലേക്ക് കർത്താവ് വലിയൊരു വഴിത്തിരിവിനെ ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നെ വ്യക്തി കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവോട് പറയുകയാണ്, ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് നിങ്ങളുടെ മുമ്പിലേക്ക് അയക്കാൻ വേണ്ടി പോവാണ്. എഴുതി വെച്ചോണം ആ പേര്. ആ വ്യക്തി മുഖാന്തരം കർത്താവ് നിങ്ങളുടെ ലൈഫിൽ ഒരു വഴിത്തിരിവിനെ ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു നന്മയുടെ വാതിലാണ് ആ വ്യക്തിയിലൂടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നു. ഓരോ വ്യക്തികളെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന സകല പ്രഖ്യാപനങ്ങളെ ഞങ്ങൾ ഞാൻ കണ്ടു സിസ്റ്റർ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ആ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കാര്യം എഴുതി വെച്ചോണം കേട്ടോ. കർത്താവ് വലിയൊരു സാക്ഷ്യമാക്കി, ഞാനത് കണ്ടിട്ടാണ് പറഞ്ഞത്. കർത്താവ് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ കർത്താവാണെങ്കിൽ നാളുകളായിട്ട് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിട്ട് നടക്കാത്ത ഒരു വ്യക്തിയെ ഞാൻ കാണുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ലെഫ്റ്റ് ഹാൻഡിൽ ഞാൻ കാണുന്നത് 2 വളകൾ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു കൈയാണ് ഞാൻ ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കൈയിലേക്ക് ആ പാസ്പോർട്ട് എടുത്ത് പിടിച്ച് ഞാൻ കാണുന്ന ഒരു കാഴ്ച, അതിലേക്ക് കർത്താവിനെ കാണിക്കുന്നത്, അതിലേക്കൊരു കുറേ നാളുകളുടെ എടുത്ത് കൈ പിടിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അത് സംഭവിച്ചില്ല. പലപ്പോഴും യാത്രയ്ക്ക് വേണ്ടി നോക്കിയിട്ട് നടന്നില്ല. ഇന്നതൊരു ബാഗിൻ്റെ അകത്താക്കിയിട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, ബാഗിൻ്റെ അകത്താക്കി, ഫയലിലല്ല, ഒരു ബാഗിൻ്റെ അകത്ത് അത് വെച്ചിരിക്കുകയാണ്. ആ വ്യക്തിയുടെ കർത്താവ് ഇങ്ങനെ പറയുന്ന ദിവസങ്ങൾ അത് കയ്യിലെടുത്ത് വെച്ചൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്താലുള്ളൊരു വാതിൽ തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിലെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവർത്തികളെ കർത്താവ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് വിശ്വസിക്കാം. ഈ സമയത്ത് കർത്താവിൽ നിങ്ങൾക്ക് ഇടപെട്ട ഏതെങ്കിലുമൊക്കെ ദൈവം ഇടപെട്ട ആലോചന ആയിക്കോട്ടെ, അത്ഭുത സാക്ഷ്യങ്ങളായിക്കോട്ടെ പറയാനുള്ള സമയമാണ്. പ്രയർ റിക്വസ്റ്റ് അല്ല. ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ബർത്ത്ഡേ ഉള്ളവർ, വെഡ്ഡിങ് ആനിവേഴ്സറി ഉള്ളവർ, ഞാൻ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മുന്നോട്ട് ദീർഘായുസോടെ ദിവ്യ ആരോഗ്യത്തോടെ ദൈവം നമ്മളെ നടത്തുവാനിടയായിത്തീരും. യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നു. കർത്താവ് നമ്മളെ ഉയർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അവർക്കുള്ള സമയമാണ്. വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞാട്ടെ. ടോംസ് പറയാൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ.
ബ്രദറെ പ്രൈസ് ദി ലോർഡ് ബ്രദർ. ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ കാര്യം കൂടെ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നു. ഈ ഒരു ഫേക്ക് കോളിൽ ഈ നൈജീരിയയിലോ ഇവിടെ നിന്നോ ഉള്ള ആൾക്കാരുടെ അങ്ങനത്തെ എന്തോ കുറേ ആളുകൾ ഈ നമ്മുടെ ഈ ഗ്രൂപ്പ് മാത്രമല്ല പല ഗ്രൂപ്പുകളിൽ ഇപ്പം ലോകത്തുള്ള പല ഗ്രൂപ്പുകളിലും ഇങ്ങനെയുള്ള മെസ്സേജുകൾ അവർ ഹാക്ക് ചെയ്യുന്നതാണെന്ന് അറിയത്തില്ല, നമ്പറുകൾ എടുത്തിട്ട് ആളുകളെ ഇങ്ങനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ കോൾ എടുക്കരുത്, സംസാരിക്കരുത്. അത് ഈ ഗ്രൂപ്പിൽ മാത്രമല്ല, മൊത്തം എല്ലാ ഇടങ്ങളിലും ഇങ്ങനൊരു തട്ടിപ്പ് വരുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞുകൊണ്ട് ആര് വിളിച്ചാലും നിങ്ങളത് എടുക്കണ്ട, അറ്റൻഡ് ചെയ്യേണ്ട, കട്ട് ചെയ്ത് വിട്ടാൽ മതി. അവരോട് സംസാരിക്കേണ്ട, കട്ട് ചെയ്ത് വിടുക. ആ കോൾ എടുക്കാതിരിക്കുക, അതിനെ എതിർക്കുക. ആ നമ്പർ കാണുമ്പോൾ തന്നെ അറിയാം. ജസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്കുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുക. അവരെന്ത് പറഞ്ഞാലും അത് ഒത്തിരി പേര് കോൾ വന്ന് എനിക്കറിയാം. ഞാൻ ഒത്തിരി പേർക്ക് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എങ്കിലും ഇനി എന്ത് ചെയ്യുക, അത് എടുക്കണ്ട. അത് നമ്മുടെ മാത്രമല്ല, ഈ ലോകത്തുള്ള മിക്ക ഇടങ്ങളിലേക്ക് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നു. പല ഗ്രൂപ്പുകളിലേക്കും ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, വന്നുകൊണ്ടിരിക്കുന്നു. വ്യക്തിപരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനക്കാരാണ്, അതാണ്, ഇതാണ്, ഏതെങ്കിലും ഒരു മിനിസ്ട്രിയുടെ പേര് പറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയത്തില്ല, അപ്പം തന്നെ കട്ട് ചെയ്ത് വിടുക. അത് റെസ്പോണ്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും ഇപ്പം സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ പറയുക. വരാൻ പോകുന്ന നമ്മുടെ മീറ്റിങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കോട്ടയത്തിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സൗരങ്ങൾ. അപ്പോൾ നിങ്ങൾ കോട്ടയത്തിൻ്റെ പരിസരത്ത്, ആ കോട്ടയവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പരിസരത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമുക്ക് അതനുസരിച്ച് അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ പാസ്റ്റർ. പറഞ്ഞു. പ്രൈസ് ദി ലോർഡ് ബ്രദർ. പ്രൈസ് ദി ലോർഡ് ബ്രദർ. ബ്രദർ തൊണ്ടയില്, ഹലോ ബ്രദർ, പറഞ്ഞു. തൊണ്ടയില് മഴ പറഞ്ഞല്ലേ ബ്രദർ, അത് എന്നെയാണ് ബ്രദർ പറഞ്ഞത്. ഞാനത് ആമീൻ പറഞ്ഞ് ഏറ്റെടുത്തിരിക്കുന്നു ബ്രദർ. ആമേൻ സിസ്റ്റർ. അത് മാറിയിരിക്കുന്നു കേട്ടോ. അത് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു. ഇനി ആ മഴ അവിടെ ഇല്ല. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നു. ആമേൻ. ബ്രദറെ, ഹലോ ബ്രദർ, പറഞ്ഞു. ഹലോ ബ്രദർ, ഹലോ പറഞ്ഞു. ഹലോ. ഞാനെന്ന് പറഞ്ഞോട്ടെ, എനിക്കും തൊണ്ടയില് നൊഡ്യൂൾസ് ഉണ്ട്, തൈറോയിഡിന്റെ നൊഡ്യൂൾസ് ഉണ്ട്. ഞാനും അത് ഏറ്റെടുക്കുന്നു. ആമേൻ പറഞ്ഞുകൊണ്ട് ഞാനത് ഏറ്റെടുക്കുന്നു. പൂർണ്ണമായും പറഞ്ഞു. അത് മിനിഞ്ഞാന്ന് ബ്രദർ പറഞ്ഞായിരുന്നല്ലോ, ഒരു പഴയ വീട്, ആ വീടിന്റെ ഒരു വ്യക്തി ഇങ്ങനെ സ്വപ്നത്തിൽ കാണും, ഒരു പുരുഷൻ ഒരു സ്ത്രീയെയും കാണുന്നു. അത് മുഖാന്തരം വളരെയേറെ ഭാരത്തോടെ പ്രയാസത്തോടെ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടെന്ന് പറഞ്ഞ് അത് ഞാനാണ്, എൻ്റെ ഒരു ഇതാണത്. പിന്നെ എൻ്റെ സഹോദരിയുടെ പേര് പറഞ്ഞായിരുന്നു ആശ. അവളുടെ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞാൽ സ്വർണം നഷ്ടപ്പെട്ടത്, പിന്നെ 2 ലക്ഷം രൂപ സഹോദരിക്ക് വായ്പ കൊടുത്തു, അത് ഇതുവരെയായിട്ട് കിട്ടിയില്ല. സ്വന്തമായൊരു ഭവനമില്ല. അവളൊരു കിഡ്നി പേഷ്യൻ്റ് ആണ്. അവളുടെ ഒരു കിഡ്നിയുടെ പ്രവർത്തനം നിന്നു വരികയാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് വേദനകളിലൂടെയാണ് എൻ്റെ സഹോദരി കടന്നു പോകുന്നത്. ഈ 2 വിഷയം ദൈവം എനിക്ക് വേണ്ടി ഇടപെട്ടതാണ്. അന്ന് ഞാൻ പറയുന്നത്, ദൈവനാമത്തിൽ എനിക്ക് വേണ്ടി എൻ്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും. പ്രിയ സിസ്റ്റർ പറഞ്ഞത് കഴിഞ്ഞ ദിവസം നിങ്ങൾ എത്ര പേര് കേട്ടായിരുന്നു? ഒരു സ്വപ്നമാണ് കർത്താവ് വ്യാഖ്യാനിച്ചത്. സഹോദരി കാണുന്ന ഒരു സ്വപ്നമാണ്, അല്ലേ സിസ്റ്ററെ? പറഞ്ഞ പോലെ തന്നെ ഒരു വീടിന്റെ എത്ര പേര് കേട്ടെന്ന് എനിക്കറിയാം. ഒരു പുരുഷൻ, ഒരു സ്ത്രീ. അത് ഒന്ന് എൻ്റെ ഭർത്താവാണ്, ഒന്ന് മറ്റൊരു സ്ത്രീയാണ്. ആ ഒരു സ്വപ്നത്തിൻ്റെ അർത്ഥത്തിലേക്ക് കർത്താവ് പോയേക്കെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് വലിയൊരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും കേട്ടോ. വലിയ സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. ബ്രെഡിന്റെ ഒരു ഇതില്ലെന്ന് പറഞ്ഞല്ലോ, അത് കേട്ടില്ല ഞാൻ സിസ്റ്ററെ? ബ്ലാക്ക് മാക്സിം റെഡ് കളറിലെ ഒരു ഉടുപ്പിട്ടെന്ന് പറഞ്ഞില്ലേ ബ്രദർ? സിസ്റ്റർ ആണത്? ഞാനാണ് ആ ഉടുപ്പിട്ട്. ഞാനാ ശ്രദ്ധിച്ചത്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് നോക്കും, ഞാനിട്ടിക്കണ അതാണല്ലോ എന്ന്. കർത്താവ് എത്രത്തോളം അത് കാണുന്നു സിസ്റ്ററെ. ഇന്ന് ദൈവാത്മാവ് തൊട്ടതിന് നന്ദി കേട്ടോ. അത് വലിയ ദൈവപ്രവൃത്തി ഒഴിവാണ്. ഈ ദിവസങ്ങളിൽ കേട്ട ആലോചന പോലെ അത് ഏറ്റെടുത്തോണം. കർത്താവ് നമ്മളെ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ഹലോ പാസ്റ്റർ. പറഞ്ഞു. ഹലോ പാസ്റ്റർ. പാസ്റ്റർ, ഇപ്പൊ ഈ പ്രെയർ നടന്നിരുന്നപ്പം എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഭയങ്കരമായിട്ട് എനിക്ക് ചുമ വന്നു. ആ സമയം തന്നെ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ത്രോട്ടിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അത് ഞാനാണെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ആമേൻ. കർത്താവ് ഒരു സൗഖ്യമാക്കിയിരിക്കുന്നുണ്ട് സിസ്റ്ററെ. ആമേൻ പറഞ്ഞ് സ്വീകരിക്കട്ടെ. ഹലോ ബ്രദർ, ഞാൻ പറഞ്ഞു. കേട്ടില്ല സിസ്റ്ററെ, കട്ടായി പോയല്ലോ.
ഇപ്പൊ ഒരാഴ്ച ആവും എനിക്ക് ഇപ്പൊ ഈ പറഞ്ഞ അയച്ചെന്ന നമ്പർ എന്റെ ഫോണിൽ വന്നു. സിസ്റ്റർ അത് പറഞ്ഞു എല്ലാവർക്കും വരുന്നുണ്ട് സിസ്റ്ററെ. നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു ഫേക്ക് കോൾ വരുന്നുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നമ്മളത് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലായില്ല അപ്പം തന്നെ കട്ട് ചെയ്ത് വിടുക, അതിൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക കേട്ടോ. ഞാൻ നോക്കി നിന്നതേ ഉള്ളൂ. 2 പ്രാവശ്യം വിളിച്ചു, ഞാൻ എടുത്തില്ല. കൂടുതൽ നമ്പർ ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല. ആരെന്ന് അറിയാൻ വയ്യ, ഇത് തോനെ നമ്പർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നോക്കി നിന്ന് എടുത്തില്ല. അതെടുക്കണ്ട കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളത് റിജക്റ്റ് ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഹലോ ബ്രദർ, പറഞ്ഞു. ബ്രദർ ഇന്നലെ ഞാനൊരു വലിയ അത്ഭുത സാക്ഷ്യം പറഞ്ഞിരുന്നു. എന്റെ കോ ബ്രദറിന്റെ ഓപ്പറേഷനെ കുറിച്ചുള്ള കാര്യം. അവിടുന്ന് മുഴ മാറിപ്പോയെന്ന് സർട്ടിഫിക്കറ്റ് അവിടെ വന്നു. അത് ഡോക്ടേഴ്സ് ഇന്നാണ് അതിന്റെ റിസൾട്ട് പറഞ്ഞത്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ മുഴ മാറിപ്പോയി, അങ്ങനെ ഒന്നില്ല അവിടെ. പക്ഷെങ്കില് ഓപ്പറേഷൻ നടത്താൻ പോകുന്നു. അതൊരു വല്ലാത്ത ഇത് കേൾവിയായി പോയി. അതിനെ കുറിച്ചൊന്നും ബ്രദറിനെ ഞാൻ അറിയിക്കുകയാണ്. അതിനുവേണ്ടി അല്ല സിസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് നമുക്ക് വേണ്ടി ആ മുഴയുള്ള റിസൾട്ടാണ് നിങ്ങൾ കേട്ടല്ലോ എല്ലാവരും. ആ മുഴയുള്ള റിസൾട്ടാണ് നിങ്ങൾ കണ്ടത്. രണ്ടാമത് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ കാണിച്ച നമ്മളെടുത്ത സ്കാനിങ് അല്ല, ഡോക്ടർമാരുടെ എടുത്ത സ്കാനിങ് ആണ്. ആ സ്കാനിങ് മുഴയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സ്കാൻ ചെയ്യുക. വീണ്ടും സ്കാൻ ചെയ്തിട്ട് ഞങ്ങൾ പഴയ ഇപ്പോൾ മുഴയില്ലാത്ത ഒരാളുടെ വീണ്ടും മുഴ എന്ത് ചെയ്യാൻ കഴിയത്തില്ല. മുഴയില്ലാത്ത ഒരാൾക്ക് വീണ്ടും ഓപ്പറേഷൻ ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വീണ്ടും സ്കാൻ ചെയ്തിട്ട് പറയണം. അത് നമ്മൾ പറഞ്ഞില്ല, അത് നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കാമെന്ന് ഇന്ന് ഡോക്ടർ പറഞ്ഞെന്ന് ഡോക്ടർ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു. ഒന്നുകൂടെ ഡോക്ടറെ ഒന്നും കൂടെ സ്കാൻ ചെയ്യണം. ഞങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യത്തില്ല എന്ന് പറയണം. കാര്യം നമുക്ക് അവിടെ മുഴ ഉള്ളതായിട്ട് കണ്ടുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് പോയത്. അവർ തന്നെ രണ്ടാമത് സ്കാൻ ചെയ്തെടുത്ത് മുഴ അപ്രതീക്ഷിതമായി വീണ്ടും ഇത് ഞാൻ പറഞ്ഞു. ഡോക്ടർമാർക്ക് അത് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഒന്നും കൂടെ ഞങ്ങൾ സ്കാൻ ചെയ്യും, മുഴ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യത്തില്ല എന്ന് അവരോട് പറയണം കേട്ടോ. ഇല്ലാത്തൊരു മുഴ അവിടെ സ്കാൻ ചെയ്ത് പിന്നെ എന്തിനാണ് നമ്മൾ കാശ് മുടക്കുന്നത്, പിന്നെ എന്തിനാണ് കോംപ്ലിക്കേഷൻ ആക്കുന്നത്, അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. കർത്താവ് അത്ഭുതം ചെയ്തു. ഗോഡ് ബ്ലെസ് യു. ബ്രദറെ, കഴിഞ്ഞ ദിവസം ബ്രദർ പറഞ്ഞായിരുന്നു, ഒരു സിജോയുടെ കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ അന്നേരം അത് ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് ഇന്നലെ വീണ്ടും ബ്രദർ പറഞ്ഞു, ഒരു ഭവനത്തിൽ മുമ്പിൽ ഒരു ഒമിനി വാൻ കിടക്കുന്നു. ആ ഒമിനി വാൻ മുറുകാൻ ഒരുപാട് അനർത്ഥം ആ ഭവനത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞു. അത് വളരെ സത്യമാണ്. ആ ഒമിനി വാനും കൊണ്ടാണ് ഈ സിജോയുടെ ഫാദർ കൊണ്ട് നടന്നത്. ആ ഫാദർ മരിച്ചുപോയി, അവന് ക്യാൻസറായിട്ട് മരിച്ചുപോയി. അപ്പം ബ്രദർ പറഞ്ഞത് ആ ഭവനത്തിൽ ഇനി ഒരു അനർത്ഥം അങ്ങനെ ഉണ്ടാകത്തില്ല. ആ വാൻ എപ്പോഴും അവിടെ കിടപ്പുണ്ട്, അവനെ ഓടിച്ചോണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പയ്യന്. അപ്പോൾ ഞാൻ എത്ര പേര് ഇത് കേട്ടായിരുന്നു? ഈ വീടിന്റെ മുമ്പിൽ ഈ വാഹനം കിടക്കുന്നത്, വാഹന നിമിത്തം ഒത്തിരി അനർത്ഥങ്ങൾ സംഭവം എത്ര പേര് ഇന്നലെ കേട്ടായിരുന്നു? ആമേൻ. അപ്പൊ കർത്താവ് എത്രത്തോളം ആ വിഷയത്തെ കാണുന്നു എന്നതിന് തെളിവാണ്. സിസ്റ്റർ ഏറ്റെടുത്തോ, ഇനി ഒരു അനർത്ഥം ആ വാഹനം വീടിന് മുമ്പിൽ കിടക്കുന്നതായിട്ടും അതിന്റെ അടയാളങ്ങളെല്ലാം കർത്താവ്. അപ്പോൾ ഞാൻ ഒരു സിസ്റ്ററെ, നമ്മളെ എത്രത്തോളം ദൈവം കാണുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. സിസ്റ്റർ ഏത് സ്ഥലത്താണ് സിസ്റ്റർ ആയിരിക്കുന്നത്? എവിടെയാണ് സിസ്റ്റർ ഉള്ളത്? ഏത് സ്ഥലത്തുനിന്നാ സംസാരിച്ചിപ്പം കട്ടായിപ്പോയോ? ഏത് സ്ഥലത്താ സിസ്റ്റർ ഇപ്പം നമ്മളോട് സംസാരിച്ചത്? എവിടെ നിന്നുകൊണ്ടത്? ഈ മോന്, ഈ സിജോ എന്ന് പറയുന്നവൻ ആയൂരുള്ളത്. ഈ വണ്ടി കിടക്കുന്ന എവിടെയാ? ആയൂര്. അപ്പോൾ എന്നാലും കർത്താവ് ആ പേരുകൾ വെളിപ്പെടുത്തിയതും ആ വിഷയം വെളിപ്പെടുത്തിയതും ഞാൻ പറഞ്ഞില്ല, ഈ സ്ഥലത്തേക്ക് നമ്മൾ ആരും സഞ്ചരിച്ചിട്ടില്ല. നമ്മളെല്ലാവരും ഇരുന്നത് ഈ ഒരു സൂം കൂട്ടായ്മയിലാണ് ഇന്നലെ രാത്രിയിൽ. പക്ഷേ ആ വീട് കിടക്കുന്നത്, വണ്ടി കിടക്കുന്നത്, വണ്ടിയിൽ ആരാണോ അത് ഡ്രൈവ് ചെയ്യുന്ന ആളുടെ പേര് വെളിപ്പെടുത്തി കർത്താവ് പറയുന്നത് ഇനി ഒരു അനർത്ഥം. അതിൻ്റെ അർത്ഥം ഇനി ഒരു അനർത്ഥം വരത്തില്ല. ശ്രദ്ധിച്ചാൽ അതിനകത്ത് പറയുന്നുണ്ട്, പല അനർത്ഥങ്ങൾ സംഭവിച്ച ഒരു വീടാണത്. അത് നിമിത്തം, വാഹന നിമിത്തം പലതും സംഭവിച്ചൊരു ഭവനമാണ്. എന്നാൽ കർത്താവ് അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നെന്നല്ല പറഞ്ഞു. കർത്താവ് അത്ഭുത മന്ത്രിയാണ്. ഓരോ ആലോചനയിലും ദൈവം വിശ്വസ്തനാണ്. കർത്താവ് ഇടപെട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. അത് ഏറ്റെടുത്തോണം. ഇനി ഒരു അനർത്ഥം അവിടെ ഉണ്ടാകത്തില്ല കേട്ടോ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ, പറഞ്ഞു.
ബ്രദർ, കഴിഞ്ഞ ദിവസമാണെങ്കിൽ എൻ്റെ ഒരു കസിൻ്റെ മോന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അത് സ്കൂളിൽ വെച്ച് കിണറ്റിൽ വീണായിരുന്നു. വാർത്ത ഉണ്ടായിരുന്നു. അപ്പം അതിനെ 68 അടിയോളം ഉണ്ടായിരുന്നു ആ കിണർ. അപ്പൊ ആ കുഞ്ഞിനെ എടുത്തപ്പോഴത്തേന് അതിന് ബോധമൊന്നും ഇല്ലാതായി, അബോധാവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇവിടെ കൊല്ലം മെഡിസിറ്റിയിൽ കൊണ്ടുപോയി വെന്റിലേറ്ററിലായിരുന്നു. ഞാൻ അത് അറിഞ്ഞ ഉടനെ ഞാനിങ്ങനെ വചനം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ എണീറ്റ് ഞാൻ ഇത് തന്നെ വചനം വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ അവനെ ആ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുകയും അവനെ സംസാരിക്കുകയും ചെയ്തു. അപ്പൊ തലയ്ക്കൊക്കെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വേണ്ട, തലയിൽ ഒത്തിരി മുറിവുണ്ട്, പക്ഷെ സ്റ്റിച്ച് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അത്ഭുതമായ ഒരു വിടുതലാണ് നടന്നത്. ആമേൻ. തീർച്ചയായിട്ടും അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. നമ്മൾ കേട്ടതുപോലെ വെന്റിലേറ്ററിൽ കിടന്ന ഒരു വ്യക്തിയാണ്. വാർത്തയെ കണ്ടവരുണ്ടായിരിക്കും. ആ വെന്റിലേറ്ററിൽ കിടന്ന വ്യക്തി പിറ്റേ ദിവസം സംസാരിക്കണമെങ്കിൽ അത് നിസ്സാര കാര്യമല്ല, അത് വലിയ പാടാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്നതിൻ്റെ മുമ്പിൽ ഇന്ന് കേട്ടതുപോലെ പിശാചിനെ നാം എതിർക്കുമ്പോൾ പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തെ നാം അനുസരിക്കുമ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വരിക തന്നെ ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് നാളായിട്ട് ഈ തൊണ്ടയുടെ അസ്വസ്ഥതകൾ പറഞ്ഞ് ഹോസ്പിറ്റലിൽ നടക്കുകയായിരുന്നു. ഇന്നത്തെ ആ പ്രയാണം ഞാനും ഏറ്റെടുക്കുന്നു. ഇന്നും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ്. തൊണ്ടയ്ക്ക് വേദനയും ഈ ശ്വാസകോശം ചുരുങ്ങുന്ന ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് എപ്പോഴും തൊണ്ടയ്ക്ക് പ്രശ്നം പറയും. ഞാനും അത് ഏറ്റെടുക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഞാൻ. ആമേൻ. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞു. ധൈര്യമായിട്ടിരുന്നോണം. അത് ആ വേദന യേശു ക്രൂശിൽ വഹിച്ചതാണ്. ഇങ്ങനെ പറയണം, ഞാൻ ഈ രോഗം വഹിക്കേണ്ട കാര്യമില്ല, യേശു വഹിച്ചതുകൊണ്ട് ഞാൻ വഹിക്കുന്നില്ല. കർത്താവ് എന്നെ ഹസ്ബൻഡിനെ സൗഖ്യമാക്കിയിരിക്കുന്നു. കൈവച്ച് പറഞ്ഞോണം. അവിടെ അത്ഭുതം നടന്നു കഴിഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. ബ്രദറെ, ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞു. ബ്രദർ മുമ്പേ പറഞ്ഞില്ലേ, പ്രതിസന്ധികൾ വരുമ്പോ പിശാച് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരും, നീ അതിൽ നിന്ന് രക്ഷപ്പെടില്ല, അങ്ങനെ പറയുന്നത്. ഞങ്ങളും ഇപ്പൊ പ്രതിസന്ധികളിലൂടെ പോകുന്നത്. അപ്പൊ ഞാൻ ദൈവത്തോട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവം എന്നെ രക്ഷിക്കും, ദൈവം എന്നെ. പക്ഷെ എന്റെ ഹസ്ബൻഡ് ആ സമയമൊക്കെ പറയും, ദൈവം ഒന്നും ചെയ്തു തരില്ല, ദൈവം ഒന്നും ചെയ്തില്ല, ഇതുവരെ എനിക്കൊന്നും ചെയ്തു തന്നിട്ട്. ഇത് പിശാച് പറയിപ്പിക്കുന്നതാന്ന് ഞാൻ പറയുമ്പോ എതിർത്ത് നിൽക്കും. ബ്രദർ ഒന്ന് ബലപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളെന്താ വെച്ചാൽ നമ്മളത് വിശ്വസിക്കുന്നു, ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്നുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസ കണ്ടുകൊണ്ട് പറയണം, കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു വിശ്വാസം എന്ന് വെറുതെ കണ്ടിട്ട് വിശ്വസിക്കുന്നതല്ല, വിശ്വാസം എന്ന് വെറുതെ കാണാതെ. അപ്പം ഞാൻ കാണാതെ വിശ്വസിക്കുന്നില്ല, എൻ്റെ ദൈവത്തിനൊരു പരിഹാരമുണ്ട്. ഇപ്പോൾ രോഗികളായി ഭാരപ്പെടുന്നവർ എങ്ങനെ വിശ്വസിക്കുന്നത്? യേശുവിൻ്റെ തിരുമുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ അർത്ഥം ഇപ്പം ഞാൻ രോഗിയാണ്, പക്ഷെ ഞാൻ അതല്ല വിശ്വസിക്കുന്നത്. ഇന്നേക്ക് 2000 വർഷം മുമ്പ് എൻ്റെ രോഗം യേശു മാറ്റി. ഇന്നാ എനിക്ക് രോഗം കണ്ടുപിടിച്ചത്, പക്ഷേ ഇതിൻ്റെ പരിഹാരം യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. ഞാൻ അതേ വിശ്വസിക്കുന്നുള്ളൂ, രോഗത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ നിമിഷം മുതൽ എന്ത് സംഭവിക്കും? അതുകൊണ്ട് ഇതുപോലെ ഏറ്റു പറയണം, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ അത്ഭുതം കാണാം. ആര് പറയുന്നുള്ളതല്ല, അവർ കണ്ടു വിശ്വസിച്ചോളൂ. നമ്മൾ ആ വ്യക്തിയെ നോക്കുകയേ വേണ്ട, ആ വ്യക്തി എന്തും പറഞ്ഞോട്ടെ, പക്ഷേ കർത്താവ് പറയുന്നത് നിങ്ങൾ ഏറ്റു പറയുക. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. ഹലോ, പറഞ്ഞു. അപ്പൊ ഇന്ന് രാവിലെ ജോലിന്റെ ശാഖരകൾ, ഇതുവരെ ജോലിയില്ല, റൂമൊന്നുമില്ല, ഭക്ഷണം ചെക്കാൻ ബുദ്ധിമുട്ട്. ഇന്ന് രാവിലെ ലൈസൻസ് ഒക്കെ വലിയ ലൈസൻസിന്റെ ആളാണ്. അപ്പൊ ഇന്ന് രാവിലെ ഒരുപാട് നല്ല നല്ല കമ്പനികൾ, ഇപ്പൊ നല്ലൊരു കമ്പനി കയറി. പ്രാർത്ഥിച്ച ദൈവത്തിന് മാത്രം നന്ദി. ആമേൻ. എൻ്റെ കർത്താവെ പ്രിയ, കഴിഞ്ഞ ദിവസം ബ്രദർ പറഞ്ഞൊരു പ്രയർ റിക്വസ്റ്റ് ആയിരുന്നു. കർത്താവ് അതിൻ്റെ മേൽ പ്രവർത്തിച്ചതിന് നന്ദി, വഴി തുറന്നതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞാന് ഫ്രാൻസിസ് എന്ന് പറയുന്ന ആള് മോന്റെ വിഷയത്തിലാണോ ബ്രദറെ? അത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പ്രാർത്ഥിച്ച സിസ്റ്ററെ കോശി എന്നുള്ള പേര് ഞാൻ കാണും. ഇപ്പം നോക്കിയപ്പോൾ സിസ്റ്ററുടെ പേര് അവിടെ കണ്ടു. പക്ഷേ കർത്താവ് പറയുന്നത് ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി മുഖാന്തിരം ഒരു അനുഗ്രഹം തുറക്കാൻ വേണ്ടി പോകുന്നത് പറയാൻ പറഞ്ഞു. ആ വ്യക്തിയായിട്ട് വല്ല ബന്ധമുണ്ടെങ്കിൽ നോക്കുക, ഇല്ലെങ്കിൽ ആ പേര് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. എന്റെ കാലില് ഒരു വലിയ മുഴ പോലെ, ഈ ചുടുകുരു ആണ്, പക്ഷെ ഈ പൊള്ളക്കുടത്തിന്റെ അവിടെ ഇങ്ങനെ
ഊരുമായിട്ട് കിടക്കണം ബ്രദറെ. എന്നും ഞാൻ ബ്രദർ പറയും ഇത് ദൈവ അടിപ്പിണരാൽ സൗഖ്യം പറയും. രോഗമുള്ളടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോ ഞാൻ ഇങ്ങനെ ദിവസവും പ്രാർത്ഥിച്ച് ബ്രദറെ പഴുത്ത് കുടുങ്ങി കിടന്ന ആ പഴുപ്പൊക്കെ ഉള്ളിലോട്ട് തന്നെ ചുരുങ്ങി ഒരു സ്വല്പുള്ളൂ ബ്രദറെ. ഒരു നെല്ലിപ്പോളം വലിപ്പുണ്ട് പഴുത്ത്. ഞാൻ പറയാൻ എന്റെ കാല് എനിക്ക് കീറിയാലുള്ള ഈ പഴുപ്പ് പോകുള്ളൂ. പക്ഷെ ആ പഴുപ്പൊക്കെ പ്രാർത്ഥനയുടെ ഫലമായി. ആമേൻ. തീർച്ചയായിട്ടും പ്രീസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അത്രയും ബുദ്ധിമുട്ട് നിൽക്കുന്ന അവസ്ഥയിലും കൈവച്ച് പറഞ്ഞു, കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറയുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഓരോ ഓപ്പറേഷനും കൂടാതെ തന്നെ അതെല്ലാം ചുരുങ്ങി മാറുവാൻ ഇടയായി തീർന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറയുന്ന വചനം ദൈവത്തെ അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോവുകയാണ്, രോഗം നമ്മളെ വിട്ട് ഓടിപ്പോവുകയാണ്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഇന്ന് വചനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പറഞ്ഞിരുന്നു തൊണ്ടയ്ക്ക് വേദനയാൽ ഭാരപ്പെടുന്നു. കുറെ നാളുകളായിട്ട് എനിക്ക് തൊണ്ടയ്ക്ക് വേദനയാൽ ഭാരപ്പെട്ടിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൊണ്ടയുടെ വേദന പോയി, വേദന മാറി. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് എന്ന് പറഞ്ഞ് ബ്രദർ പറഞ്ഞ തൊണ്ടയ്ക്ക് വേദനയായിരുന്നു കുറേ നാളായിട്ട്. എന്നാൽ ആ ആലോചനയിൽ സൗഖ്യമാകുന്നു, തൊണ്ടകളിൽ സൗഖ്യം നടക്കുന്നു പറഞ്ഞപ്പോൾ അപ്പം തന്നെ വേദന വിട്ടുമാറി. ഗോഡ് ബ്ലെസ് യു ബ്രദറെ. കർത്താവ് സൗഖ്യമാക്കിയത് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ട്? ഗോഡ് ബ്ലെസ് യു ബ്രദറെ. പറഞ്ഞു എന്തോ പറഞ്ഞു കേൾക്കുന്നു ഞാൻ. പ്രാർത്ഥിക്കുമ്പോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കും അങ്ങനെ വെറുതെ അങ്ങ് പ്രാർത്ഥിക്കും, അങ്ങനെ ഒരു ഇതിലായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ബ്രദർ ഇങ്ങനെ പഠിപ്പിച്ച് കർത്താവിനെ ഇങ്ങനെ കണ്ട് ആ ക്രൂശില് ആ സ്നേഹമൊക്കെ എപ്പോഴും അതുവഴി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ ഇപ്പൊ എന്ത് പ്രാർത്ഥിച്ചാലും നമുക്ക് നടക്കുമോ നടക്കില്ല അതൊക്കെ പിന്നത്തെ കാര്യം. പക്ഷെ നമുക്കിപ്പോ ദൈവം നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ആ വിശ്വാസം ഉള്ളിന്റെ ഉള്ളില് ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു വിശ്വാസം എത്ര പറഞ്ഞാൽ മതിയാവൂല. ഞാനിങ്ങനെ വഴിയിൽ പോകുമ്പോഴൊക്കെ എല്ലാവർക്കും എവിടെ നിന്നാലും എന്നോട് രോഗമൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ പിന്നെ അവരോട് പോയി സൗഖ്യമായെന്നൊന്നും ചോദിക്കില്ല, ഞാൻ പ്രാർത്ഥിച്ചിങ്ങ പോരും ബ്രദറെ. എനിക്ക് പിന്നെ അവരെ കാണാനും കൊടുക്കാറില്ല, എവിടെയാണെങ്കിലും നിന്ന് പ്രാർത്ഥിക്കും. അപ്പോഴൊക്കെ എനിക്ക് മുമ്പിൽ ആദ്യം വന്നത് ആ ക്രൂശിലെ സ്നേഹമാണ് വന്നത്. എന്ന് വെച്ചാല് എനിക്ക് എന്റെ അപ്പം മരിച്ച അങ്ങനത്തെ ഒരു വിശ്വാസം ഭയങ്കരമായിട്ടും വന്നു. അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്. എന്ന് വെച്ചാല് ജീവിതത്തിൽ ഒത്തിരി പ്രശ്നത്തിലൂടെ പോണം, എങ്കിലും അതൊന്നും എനിക്ക് ഭാരമായിട്ട് തോന്നാതെ എനിക്ക് ഈ സ്നേഹമാണ് എന്റെ മുമ്പിൽ കൊണ്ടു നടക്കുന്നത്. തീർച്ചയായിട്ടും മിസ്റ്റർ, ഇനിയും അനേകരോട് സുവിശേഷം പറയുക, ഇനിയും ബലപ്പെടുത്തും കർത്താവ്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി തുറന്നു വരുവാൻ ഇടയായി തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഞാൻ 1-2 മിനിറ്റുള്ളെന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ ദിവസം ഞാൻ എല്ലാവരും കേൾക്കുന്ന ആളുകൾ ലെഫ്റ്റ് ആകും തുടങ്ങുന്നു, സമയം മുന്നോട്ട് പോയതുകൊണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് നാളെയായിട്ട് ഇപ്പോൾ കോട്ടയത്ത് പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരെ ഞാൻ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കോട്ടയത്ത്, കൊല്ലത്ത്, എറണാകുളത്തുള്ള ഗ്രൂപ്പുകൾ, വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചോണം. നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവർ ഓർത്തോണം, നിങ്ങൾ ഏത് സ്ഥലത്താണോ ഉള്ളത് അതുമായിട്ട്. ഇപ്പം നിങ്ങൾക്ക് കോട്ടയത്താണ് എത്താൻ പറ്റുന്നത്, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. അല്ല നിങ്ങൾ എറണാകുളത്തു നിന്നോ തൃശ്ശൂരിൽ നിന്നോ പാലക്കാട് നിന്നൊക്കെ ആണെങ്കിൽ, ഇനി ലോങ്ങിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ പങ്കുചേരാം. ഞാൻ ഒത്തിരി ദൂരത്തുനിന്ന് വരുന്നവരെ നിർബന്ധിക്കുന്നില്ല. നിങ്ങളുടെ യാത്ര എല്ലാ സൗകര്യവും നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടി. പിന്നെ കൊല്ലത്ത് നടക്കുന്ന മീറ്റിംഗ് ആകട്ടെ, ഞങ്ങൾ എന്തിനാണ് തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്കതനുസരിച്ച് ക്രമീകരണങ്ങൾ ചെയ്യണം. പിന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങളൊരു കാര്യം, നിങ്ങൾ കോട്ടയത്ത് പ്രാർത്ഥനയ്ക്ക് വരുന്ന മിക്സഡായി പോകരുത്. പലപ്പോഴും ഗ്രൂപ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർ വെറുതെ ജോയിൻ ചെയ്യും. അപ്പോൾ അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി. എവിടെയാണോ നിങ്ങൾക്ക് വരുന്നത് അവിടെ വെച്ചാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പ്രാർത്ഥനകളിലെ എല്ലാ അപ്ഡേഷൻ അതിൻ്റെ അകത്താണ് വരുന്നത്, ഗ്രൂപ്പുകളിലേക്കാണ്. ഏത് സമയമാണ്, എവിടെ വെച്ചാണ് ക്രമീകരിക്കപ്പെടുന്നുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവിടെ നേരിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് എത്ര ലേറ്റ് ആയാലും പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓരോ ഗ്രൂപ്പിലും എവിടെയെന്നുള്ളത് നിങ്ങൾ മിക്സഡായിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ എല്ലാ സ്ഥലത്തും ഞാൻ വരാൻ ആഗ്രഹിക്കുന്ന ബ്രദറെ, എനിക്കൊരു കുഴപ്പമില്ല, സന്തോഷം, നിങ്ങളുടെ ഇഷ്ടമാണ്. അത് കർത്താവിൻ്റെ കൃപ. ചിലർ പറഞ്ഞ ബ്രദറെ ഞാൻ എല്ലായിടത്തും വരുമെന്ന് പറയുന്നവരുണ്ട്. ഞാൻ അവരെ എതിർക്കുന്നില്ല. നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ മിക്സഡായി പോകരുത്. എല്ലായിടത്തും വന്ന് ചേരുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ശ്രദ്ധിച്ച് വേണം ഞങ്ങൾ ചെയ്യാൻ. അതനുസരിച്ച് വേണം നമുക്ക് എല്ലാ ക്രമീകരണവും ചെയ്യാൻ. അതുവേണ്ടിയാണ്.
പറഞ്ഞു, മറ്റാരെല്ലാം ഉണ്ടെ പറഞ്ഞു. ബ്രദറെ ഒരു കാര്യം പറഞ്ഞു, ഹായ് ഞങ്ങൾ ഈ പാസ്റ്റർ. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ആരെങ്കിലും വരുന്നുണ്ടോന്നുള്ളത് ഇപ്പോഴേ പറയാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ നമുക്കത് ആൾക്കാരും ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ നമുക്ക് നിങ്ങൾക്ക് അവിടെ ഗ്രൂപ്പിലല്ല. ഞാനിപ്പോ ഗ്രൂപ്പിലാണെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് വേറെ ആരെങ്കിലും വരുവാണെങ്കിലോ? അതിന് ശേഷം നമ്മളൊരു കൗണ്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഹോള് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എത്ര പേര് വരുന്നു എന്നുള്ളതിന് ഇന്നാളത്തെ പോലെ നമ്മൾ ഇന്നാളെ ചെയ്തതുപോലെ തന്നെ ഒരു കണക്ക് എടുക്കുന്നുണ്ട്. അതിന് ശേഷമേ ഉള്ളൂ. ഇപ്പോൾ ഗ്രൂപ്പിലേക്ക് ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറയാത്തത്. നമ്മൾ ഏകദേശം കുറച്ച് കഴിയുമ്പം എത്ര പേര് വെച്ചാണ് വരുന്നുള്ളതിൻ്റെ ഒരു കണക്ക് നോക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൊല്ലത്തിന്റെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തില്ലല്ലോ. ഉണ്ട് സിസ്റ്റർ, പേരും ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. കൊല്ലത്തിൻ്റെ കാര്യങ്ങൾ കൊല്ലത്തും തിരുവനന്തപുരത്തുള്ളവർക്കും അതിൽ പങ്കുചേരാം. പിന്നെ അതിൻ്റെ മറ്റ് ഭാഗങ്ങളുള്ളവരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാം. ഞാൻ കൊല്ലവും തിരുവനന്തപുരം എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ആ ഭാഗങ്ങളൊന്നും വലിയ പരിചയമില്ല. നിങ്ങൾക്ക് അവിടെയൊക്കെ പങ്കുചേരാം. പ്രത്യേകിച്ച് എറണാകുളത്തുള്ളവരും തൃശ്ശൂരുള്ളവരും ബാക്കിയുള്ള അതിൻ്റെ ചുറ്റുവട്ടത്ത് എവിടെയൊക്കെയാണുള്ളത് അവിടെ ഉള്ളവർക്കൊക്കെ അതിൽ ജോയിൻ ചെയ്യാം. മിക്സഡ് ആയി പോകരുതെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും വന്ന് പരസ്പരം കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ ഗ്രൂപ്പിലും ഞാൻ നോക്കുമ്പോൾ പല ആൾക്കാരും ഒരേപോലെയുണ്ട്, 10-20 പേര്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, മാറി കയറരുത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആരൊക്കെങ്കിലും സാക്ഷ്യമുണ്ട് വേഗത്തിൽ പറഞ്ഞാട്ടെ. ഹായ് പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. പാസ്റ്റർ, എനിക്ക് 2 സാക്ഷ്യം പറയാനുണ്ട് പാസ്റ്റർ. കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇന്നും നാളെയായിട്ട് ഫാസ്റ്റിംഗ് പ്രയർ കോട്ടയത്ത് നടക്കുന്നുണ്ടായിരുന്നു പാസ്റ്റർ. ഞാൻ 2 ദിവസം പോയായിരുന്നു. അപ്പൊ 3 ദിവസം നാളെ കൊണ്ടാണ് തീരുന്നത്. അപ്പൊ എനിക്ക് പോകണമെന്ന് നാളെ ആഗ്രഹമുണ്ട്. പക്ഷെ അയൽക്കൂട്ട സംബന്ധമായ ഒരു മീറ്റിംഗ് 2:30 വെച്ചിരിക്കുകയാണ് പാസ്റ്റർ. അപ്പോൾ അവിടെ നിന്ന് കർത്താവ് സഹായിക്കുന്ന സിസ്റ്റർ, വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും കേട്ടോ. പ്രാർത്ഥനയോടെ ഇരിക്കുക, കർത്താവ് ചെയ്യും. ബ്രദറെ ഞാന് വന്നത് മീറ്റിംഗില് 10 പേരെയും കൊണ്ട് ഞാൻ വരും കേട്ടാ ബ്രദറെ. തീർച്ചയായിട്ടും നിങ്ങളിത് എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് വേണം അതിൻ്റെ ക്രമീകരണം ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അത് ജോയിൻ ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് തന്നെ നിങ്ങൾക്ക് സംസാരിക്കുകയോ ചാറ്റ് ചെയ്യുകയും ചെയ്യുക. അവിടെ സൗകര്യമാരെല്ലാം എൻ്റെ അകത്തുണ്ട് ഗ്രൂപ്പിൽ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവരോട് ബന്ധപ്പെടുക, അവരതെല്ലാ കാര്യങ്ങളും ക്രമീകരിക്കും കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സാക്ഷ്യം പറയാനുണ്ട്. ഞാനിപ്പോ 3-4 ദിവസം കൊണ്ട് കേറാഞ്ഞത്, പിന്നെ മോടെ വിവാഹമായിരുന്നു 14-ാം തീയതി. നല്ലതായിട്ട് ഭംഗിയായിട്ട് നടത്തി, വിചാരിക്കുന്നതിലും നല്ല ഭംഗിയായിട്ടാണ് നടന്നത്. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ബ്രദർ ഇതുപോലെ പറഞ്ഞായിരുന്നു, എന്റെ വീടിന് തൊട്ട് കുറെ പറഞ്ഞായിരുന്നു പണി പെൻഡിങ് ആയി കിടക്കുമായിരുന്നു. അന്നേരം അതിപ്പം വീട് പണി നടക്കുന്നു. വീട് പണിയും കല്യാണവും എല്ലാം കൂടെ ആയിരുന്നു നടന്നത്. പക്ഷെ വീട് പണി പൂർത്തിയായില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനും ദൈവത്തിന് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും കർത്താവ് അത് തുടങ്ങും. കർത്താവ് അത് ഏറ്റവും അനുഗ്രഹമാക്കി തന്നെ മാറ്റും കേട്ടോ. അത്ഭുതമാക്കി തന്നെ ദൈവം മാറ്റും സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. ഇതുപോലെ ഞാൻ പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. അന്നേരം എനിക്ക് പ്രാർത്ഥിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇതിലും തിരക്കാണോണ്ട് ഞാൻ കല്യാണത്തിന്റെ തലേന്നൊന്ന് വിളിക്കണമെന്ന് വിചാരിച്ചു. അന്നേരം എല്ലാരും ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാഞ്ഞ വിഷമമുണ്ട്. സിസ്റ്റർ, കർത്താവ് എല്ലാം ഭംഗിയായിട്ട് നടത്തും കേട്ടോ. പറഞ്ഞു കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ബ്രദറെ, ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇപ്പൊ എന്റെ മോടെ വീട്ടിൽ നിൽക്കുന്ന ഒരു കുഞ്ഞിന് പനിയായിരുന്നു, ഭയങ്കര പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിന്റെ തലയിൽ കൈ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിന്റെ പനി മാറി. അതിന്റെ മോനാണ് പൊടിക്കുഞ്ഞ്, ഒരു 2 വയസ്സ് കഴിഞ്ഞതേ ഉള്ളു. അതിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ കൊണ്ടുപോയി. ഒരു ദിവസം അവര് കിടത്തുവാന്ന് പറഞ്ഞ് അഡ്മിറ്റ് ആക്കി. അപ്പോൾ ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ അമ്മ പ്രാർത്ഥിക്കാം, മോള് വിഷമിക്കണ്ട. അതിന് കവുണ്ട് കുറഞ്ഞു പോകും, പനി എപ്പോ വന്നാലും കവുണ്ട് കുറഞ്ഞു പോകും. കുഞ്ഞിന് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ പറഞ്ഞു, മോള് വിഷമിക്കണ്ട, അമ്മ പ്രാർത്ഥിക്കാം, മോനെ ഇന്ന് തന്നെ വീട്ടിൽ വിടും കുഞ്ഞിനെ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബ്രദറെ, ആ കുഞ്ഞിനെ അന്ന് തന്നെ വീട്ടിൽ വിട്ടു. ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അത് ഞാൻ യേശുവിന്റെ മുറിവിനാൽ ആ കുഞ്ഞിന് സൗഖ്യം വരട്ടെ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അതിനത് സുഖമായിട്ടത് വീട്ടിൽ വന്നു. പിന്നെ ബ്രദറെ, എനിക്ക് എന്റെ 2 കാലിന്റെ മുട്ടിന്റെ തേയ്മാനം ഒരു 10-12 വർഷം കൊണ്ടേ ഉള്ളതാ. ബാംഗ്ലൂര് വെച്ച് അവർ പറഞ്ഞ് നടക്കരുത് എടുക്കരുതെന്നൊക്കെ പറഞ്ഞെല്ലാം ചെയ്ത്
അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന എന്റെ നട്ടലിന് ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞെടുത്ത് എല്ല് പൊടിയുന്നുണ്ട്. അപ്പോഴെനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നോട് ഇരിക്കണമെന്നൊക്കെയാ പറഞ്ഞത്. ഞാൻ ഒരുപാട് ജോലി ചെയ്യും, ജോലി ചെയ്യുന്ന പറഞ്ഞാൽ ഒരുപാട് ജോലി ചെയ്യും. എനിക്കാണെങ്കിൽ ഈ ഒരു അയ്യത്തെ പണിയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ജോലി ഒരുപാട് ചെയ്തു കഴിയുമ്പോൾ ഭയങ്കര വേദനയാ. ഇപ്പൊ ഇന്ന് 2 ദിവസം കൊണ്ട് ഞാൻ എന്റെ ഇവിടെ പണിയുണ്ടായിരുന്നു, അങ്ങനെ പണി ചെയ്ത് കൈയുടെ തോളിന് അത് നേരത്തെ ഓപ്പറേഷൻ ഒക്കെ പറഞ്ഞ് അതും ചെയ്തിട്ടില്ല. ഭയങ്കരമായ വേദനയാ എനിക്ക്. ഇന്നലെ ബ്രദർ തോളിന് വേദന മാറാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പോഴെനിക്ക് ഒത്തിരി വ്യത്യാസം തോന്നി. പക്ഷെ പിന്നെയും ജോലി ചെയ്ത് കഴിയുമ്പം വീണ്ടും വരും. അങ്ങനെ ബ്രദർ പ്രാർത്ഥിച്ചാലേ മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് തീർച്ചയായിട്ടും സിസ്റ്റർ കൈ അവിടെ വെച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ തിരുമുറിവിനാൽ അത്ഭുതം അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന വേദന പൂർണ്ണമായി തീർന്നിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എന്റെ മകന് വേണ്ടി രാവിലെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായി, അത് പാസ്റ്റർ കണ്ടില്ല. അപ്പൊ ഞാൻ അവനേക്ക് കൊടുക്കാവൻ പറയും. പറഞ്ഞു പാസ്റ്ററെ, ഞാനേ റിക്രൂട്ട്മെന്റ് ആയിട്ട് ഇങ്ങനെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന റിക്രൂട്ടറായിട്ട്. അപ്പോ ഇവിടെ വന്നിട്ടിപ്പോ നമ്മളിപ്പോ എല്ലാ വർക്കും സക്സസ്ഫുൾ ആയിട്ട് നടന്നു. പക്ഷെ എനിക്ക് ലാസ്റ്റ് ഘട്ടമാകുമ്പോ ഒക്കെ എല്ലാം തടസ്സങ്ങൾ വന്നല്ലോ വല്ലാതെ. ഇപ്പൊ എവിടെയാ ബ്രദർ സംസാരിക്കുന്നത്? സ്ഥലം ഇപ്പോ തൃശ്ശൂരിൽ നിന്നാണ്. ഇപ്പോ തൃശ്ശൂരുള്ളത്. ഞാനിപ്പോ ഇവിടെ UAE വർക്ക് ചെയ്യുന്നത്, ദുബായിൽ. അപ്പൊ അവിടുത്തെ കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്ത് ചെയ്താലും ലാസ്റ്റ് ഘട്ടം വരുമ്പോഴൊക്കെ അത് ഭയങ്കര തടസ്സങ്ങൾ. അപ്പൊ എനിക്കൊരു 300 പേരെ ഇപ്പോ ഇന്ത്യയിൽ നിന്ന് വേണമായിരുന്നു, രാജസ്ഥാനിൽ നിന്ന്, ഹൈദരാബാദ്, തമിഴ്നാട്, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ ഇവിടൊക്കെ നമുക്ക് ഏജൻസിനൊക്കെ കിട്ടി. പക്ഷെ ലാസ്റ്റ് ടൈമൊക്കെ വരുമ്പോ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരും. അത് എന്താ പറയാ, നടക്കാത്തൊരു മോഡിലേക്ക് മാറുക. ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം ബ്രദർ. ഭയങ്കര പ്രഷറും കാര്യങ്ങളൊക്കെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിലൂടെ നിന്ന് മാറിപ്പോട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവേ, ആ മുഴുവൻ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറി, സകല ബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറി, അതിൻ്റെ മേൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ ആ ബിസിനസ് വർദ്ധിക്കട്ടെ. കർത്താവ് എല്ലാ തടസ്സവും നീങ്ങി കർത്താവിൻ്റെ സാക്ഷ്യമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് തുറന്ന വഴികൾക്കായി നന്ദി. ആമേൻ. ബ്രദർ ധൈര്യമായിട്ടിരുന്നു കേട്ടോ. കർത്താവ് വലിയൊരു വഴി തുറക്കും. പറഞ്ഞു 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 കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ പാസ്റ്റർ. പറഞ്ഞു, കേൾക്കുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. പാസ്റ്റർ, ഞാൻ എന്റെ സാക്ഷ്യം പറയാനാണേ. എനിക്കുണ്ടായ ഒരു വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പൊ പാസ്റ്ററിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പൊ 2 ആഴ്ചയായി. എനിക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ക്ഷമ വന്നു. അതായത് വലിയ ദീർഘക്ഷമയൊന്നുമില്ലായിരുന്നു, കുറച്ചൊക്കെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. അതിപ്പോ നാവിനെ ആണേലൊക്കെ എനിക്കിപ്പോ കുറച്ചൊക്കെ ഒന്ന് ഒതുക്കാനൊക്കെ എനിക്ക് പറ്റുന്നുണ്ട്. ഇവിടെ വീട്ടിലെ അമ്മയായിട്ടൊക്കെ എപ്പോഴും പ്രശ്നം ഉണ്ടാവും. അമ്മായിമ്മയായിട്ട് അടുക്കളയിലൊക്കെ എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ ഭയങ്കര സംസാരമൊക്കെ ആവുകയൊക്കെ ചെയ്യാൻ. ഇപ്പൊ എന്തോ എനിക്ക് അങ്ങനെ ഒരു വിഷയങ്ങൾ വരുമ്പോ പോലും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ വചനമൊക്കെ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, എന്റെ നാവിനെ കടിഞ്ഞാനിട്ട് കാത്തോളം എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ഇത് തട്ടിക്കേറി സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങ് പെട്ടെന്ന് പ്രതികരിച്ചു പോവായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് ദിവസമായിട്ട് എന്ത് വന്നാലും ഞാനിങ്ങനെ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടങ്ങ് ഇരിക്കും. എനിക്ക് ആ നാവിനെ എനിക്കങ്ങ് സ്വയം നിയന്ത്രിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ദൈവം നിയന്ത്രിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് കൊടുത്ത വലിയ വ്യത്യാസം. നമുക്ക് സെൽഫ് കൺട്രോൾ ആയിക്കോട്ടെ, നമുക്ക് മാനസിക എല്ലാ കാര്യങ്ങളിലും ഒരു കൺട്രോൾ, നമുക്ക് ആ വചനത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നതാണ്, രൂപാന്തരം ഉണ്ടാകുന്നതാണ്. അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാം ഇനിയും സാക്ഷി ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന ഇന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമുക്ക് നാളെ പിന്നെയും കൂടാം.
വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കുന്നല്ലോ, വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. നാളെ നമ്മുടെ പ്രാർത്ഥന സൂമിലല്ല, യൂട്യൂബിലാണ്. ഞാൻ നിങ്ങളത് അറിയിക്കാൻ വിട്ടുപോയി. അത് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നാളെ നമുക്ക് സൂമിലല്ല, യൂട്യൂബിലാണ്. അപ്പോൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഒരു ദിവസത്തേക്കുള്ളൂ. അതിനുശേഷം പിന്നെയും നമ്മൾ സൂമിൽ തന്നെയാണ് തിങ്കളാഴ്ച മുതൽ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ ഇരിക്കുക. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ലൈവിൽ കാണുന്നവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ദൈവടപെട്ട ആലോചനകളായിക്കോട്ടെ, ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളായിക്കോട്ടെ, ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യും. നമുക്ക് വൻ കാര്യങ്ങളെ കർത്താവിൽ നിന്നും കാണാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കും. ഈ സമയത്ത് നമുക്ക്